എല്ലാവർക്കും ഇൻസൈറ്റ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ വി എഫ് എയുടെ മൂന്നാമത്തെ ദിവസമാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് തന്നെയാണ് ഇന്ന് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് എടുക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ഇനി വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിനെ കുറിച്ചുള്ള നോട്ടുകളും കാര്യങ്ങളും വേണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരിക്കാം. നമ്മുടെ ഈ ഓരോ വീഡിയോ കഴിയുമ്പം അതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിന് നിങ്ങളൊരു ചെറിയൊരു എമൗണ്ട് കൂടെ പേ ചെയ്താൽ മതിയാകും. അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സുകളെ പറ്റി ഒന്ന് പറഞ്ഞു പോവാം. നമ്മളിപ്പം ഡേ 1 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ് തന്നെയാണ്. ഡേ 1, ഡേ 2, ഡേ 3 നമ്മളൊരു 2 ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങ് ഫില്ല് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത ഒരു സിലബസിലേക്ക് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ തീർത്ത് തരുന്നതായിരിക്കും. സോ അങ്ങനെയായിരിക്കും പോകുന്നത്. ദിവസങ്ങൾ ഒരു സബ്ജക്റ്റിന് മാറ്റി വെച്ചിട്ട് ആ ദിവസത്തിൽ ആ കംപ്ലീറ്റ് സബ്ജക്റ്റ് തീർക്കുക. ഇതാണ് മെയിനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനത്തെ പറ്റിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്, കൃത്യമായിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, നമുക്ക് ആദ്യം ഒറ്റയടിക്കുള്ള കുറേ കാര്യങ്ങളൊന്ന് പെട്ടെന്ന് നോക്കാമേ. അറിയാവുന്ന കാര്യങ്ങൾ നോക്കാം, എന്നിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കറിയാം UPSCയെ പറ്റി പറയുന്നത്. അപ്പോൾ UPSC എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമാണ്. അതിൻ്റെ ആർട്ടിക്കിൾ 315 മുതൽ 323 വരെയാണ്. ഏത് ഭാഗത്തിലാണ് വരുന്നത്? 4ാമത്തെ ഭാഗത്തിലാണ് വരുന്നത്. 14ാമത്തെ ഭാഗത്തിലാണ് വരുന്നത് കേട്ടോ. 14 ഓർത്തിരിക്കണേ, 14. ഓക്കെ, ഇനി വരുവാണെങ്കിൽ രാഷ്ട്രപതിയാണ് UPSC അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നത്. നിലവിലെ ആരാണ്? അജയ് കുമാറാണ്. പഠിച്ചോ, നിലവിലെ ആരാണ്? അജയ് കുമാറാണ്. ഇനി സംസ്ഥാനത്തിലെ UPSCയെ പറ്റി പറയുവാണെങ്കിൽ, സംസ്ഥാനത്തിലെ PSCയെ പറ്റി പറയുവാണെങ്കിൽ സെയിം ആർട്ടിക്കിൾ തന്നെയാണ്. 315 മുതൽ 323 വരെയാണ്. ഭാഗം 14-ാണ്. ഭാഗം 14-ാണ് ഇത് പറഞ്ഞിരുന്നത്. ഇനി നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. ഓർത്തുക, നിയമിക്കുന്നത് ആരാ? ഗവർണറാണ്. ഓക്കെ, നിലവിലെ കേരളത്തിലെ PSCയുടെ ചെയർമാൻ ആരാണ്? MR ബൈജു ആണ് എന്ന കാര്യം ഇവിടെ വരിക. CAG കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ, 148 മുതൽ 151 വരെയാണ്. ഭാഗം 5-ാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതുപോലെ തന്നെ രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സഞ്ജയ് മൂർത്തിയാണ് 15ാമത്തെ വ്യക്തിയാണ് കേട്ടോ, സഞ്ജയ് മൂർത്തി. ഇനി GST കൗൺസിലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 279A ആണ്. സോ ഇതിനകത്ത് 12ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. 12ാമത്തെ ഭാഗത്തിലാണ്. സോ ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ചായിരിക്കും നിയമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ എന്താണ് അധ്യക്ഷൻ പഠിച്ചു വെക്കാം. GST കൗൺസിലിന്റെ അധ്യക്ഷൻ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി ആയിരിക്കും. നിലവിലെ നിർമ്മല സീതാരാമനാണ് നിലവിലെ GST കൗൺസിലിന്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. ആ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി AG ആണ്, അറ്റോർണി ജനറൽ ആണ്. AG എന്ന് പറയുമ്പോൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്നത് 76 ആണ്. അത് ഭാഗം 5-ാണ് പറയുന്നത്. 5-ാണ്. സോ ഇത് നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 16ാമത്തെ വ്യക്തി R വെങ്കിടരമണിയാണ് നിലവിലെ. അക്കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. സോ നമ്മൾ ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ AGയെ പറ്റിയാണ്. സംസ്ഥാനത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ്. 165 ആണ് ആർട്ടിക്കിൾ. പഠിച്ചു നോക്കാം, 165 ആണ്. ഭാഗം 6-ാണ് പറയുന്നത്. നിയമിക്കുന്നത് ഗവർണറാണ്. പഠിച്ചോ, ഗവർണറാണ്. ഓക്കെ, ഇനി നമുക്ക് വരുവാണെങ്കിൽ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഓക്കെ, പട്ടികജാതി ആണെങ്കിൽ 338 ആണ്. പട്ടികജാതി പറയുന്നത് 16ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിലവിലെ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ കിഷോർ മക്വാനയാണ് അല്ലേ. ഇനി പട്ടികവർഗം വരുവാണെങ്കിൽ, പട്ടിക ഷെഡ്യൂൾഡ് ട്രൈബ് വരുവാണെങ്കിൽ 338A ആണ്. അതും 16ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നിലവിലെ അന്തർ സിംഗ് ആര്യാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി ബാക്ക്വേർഡ് കമ്മീഷൻ പുതുതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പദവി കിട്ടിയതാണ്. 338B ആണ്. അതുപോലെ അതും 16ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, ഹൻസ് രാജ് ആണ് അല്ലേ. സോ ആ കാര്യം ഇവിടെ ഓർത്തിരിക്കുക, ഹൻസ് രാജ്. ഓക്കെ, കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്താണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അതിനകത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ളതും ധനകാര്യ കമ്മീഷനെ കുറിച്ചും ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേട്ടിരിക്കുക. എല്ലാം ഉപകാരപ്പെടുന്നതാണ്, എല്ലാ എക്സാമിനും ഉപകാരപ്പെടുന്നതാണ്. സോ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് നോട്ടുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. അതിനു മുമ്പിട്ട് നമ്മുടെ പുതിയ SCERTക്കകത്ത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെന്ന് നോക്കാം.
നോക്കാമേ. ഭാരത സർക്കാരിന്റെ നിയമങ്ങൾക്കായിട്ട് സ്ഥാപിക്കപ്പെട്ട ഭരണഘടനാ സ്ഥാപനമാണ് എന്ത്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 315 പ്രകാരമാണ് നിലവിൽ വന്നത്. 320 അല്ല, 315 ആണ്. 315 പ്രകാരമാണ് നിലവിൽ വന്നത്. സോ ചെയർപേഴ്സണും 10 അംഗങ്ങളുമാണ് കമ്മീഷനുള്ളത്. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷം 65 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. അഖിലേന്ത്യാ സർവീസുകൾ, കേന്ദ്ര സർവീസുകളിലേക്കുള്ള നിയമനം നടത്തുന്നത് UPSC ആണ്. ഇനി എന്താ മനസ്സിലായോ? കേന്ദ്ര സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമിക്കാനായിട്ട് പരീക്ഷകളും അഭിമുഖങ്ങളും ഒക്കെ നടത്തുന്നത് ആരാ? തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത് ആരാണ്? UPSC ആണ്. എന്നാൽ സംസ്ഥാനത്തിന്റെ സർക്കാരിന്റെ സേവനങ്ങളിലേക്ക് നിയമനം നടത്തുന്നത് അതാത് സംസ്ഥാനത്തിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായിരിക്കും, അല്ലേ? ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് വരാം. UPSCയുടെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് മൊണ്ടേഗോ ചേഞ്ച് ബോർഡ് ഭരണപരിഷ്കാരമായിട്ട് ബന്ധപ്പെട്ട് 1919 നോക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ഒരു കമ്മീഷനാണ് ലീ കമ്മീഷൻ, അല്ലെങ്കിൽ റോയൽ കമ്മീഷൻ ഓൺ സുപ്പീരിയർ സിവിൽ സർവീസ് എന്നറിയപ്പെടുന്ന ഒരു കമ്മീഷന്റെ ശുപാർശ പ്രകാരം എന്ത് ചെയ്ത് ആദ്യമായിട്ട് ഒരു PSC സ്ഥാപിതമാകുന്നുണ്ട്, അല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമാകുന്നു. ഏത് വർഷം? 1926 ഒക്ടോബർ 1 ഈ ഒരു കമ്മീഷൻ വരുന്നത്. പിന്നീട് അതിന് ഫെഡറൽ സ്റ്റാറ്റസിലേക്ക് മാറുന്നത് ഏത് വർഷമാണ്? ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് മാറുന്നത് 1935 ഓർക്കാം. ഓക്കെ, ഫെഡറൽ പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് മാറുന്നത്. അങ്ങനെ ആദ്യത്തെ 1926 ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ റോസ് ബാർക്കർ എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി വരുവാണെങ്കിൽ 1950 ജനുവരി 26 എന്ത് ചെയ്യുന്നത്? ഇതിന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഭരണഘടനാ പദവി ലഭിക്കുന്നത് ഏത് വർഷമാണ്? 1950 ജനുവരി 26. ഓക്കെ, ധോൽപൂർ ഹൗസ് ആണ് ഇതിന്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തേതാണ് ആരാണ്? HK കൃപലാനിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ UPSCയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് കേട്ടോ. സോ ആ കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വരുവാണെങ്കിൽ പ്രധാനപ്പെട്ട ഘടനയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആർട്ടിക്കിളാണ്. ഘടനയുമായി ബന്ധപ്പെട്ടത് 316 വരുന്നത്. അധ്യക്ഷനെ മറ്റംഗങ്ങളുടെയും എണ്ണം ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടില്ല കേട്ടോ. അതാരാണ് തീരുമാനിക്കുന്നത്? രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. സാധാരണയായിട്ട് 9 മുതൽ 11 വരെയുള്ള അംഗങ്ങളാണ് വരുന്നത്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. അംഗങ്ങളിൽ പകുതി പേർ കുറഞ്ഞത് 10 വർഷത്തേക്ക് സർക്കാർ സേവനം ചെയ്തിരിക്കണം. മനസ്സിലാക്കുക, അംഗങ്ങളിൽ കുറഞ്ഞത് പകുതി പേര് എന്ത് ചെയ്യണം? 10 വർഷം സർക്കാർ സേവനങ്ങൾ അനുഷ്ഠിക്കണം എന്ന കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. മറ്റു യോഗ്യതകളൊന്നും ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയെങ്കിൽ നമുക്ക് UPSCയും PSCയും തമ്മിലുള്ള കമ്പാരിസൺ ഒന്ന് ചെയ്യാം. ഓക്കെ, 6 വർഷം 65 UPSC എങ്കിൽ 6 വർഷം 62, മറന്നുപോയാൽ 62. സോ സാലറി എന്താണ്? ഏകദേശം അധ്യക്ഷന്റെ സാലറി 2,50,000 ആണെങ്കിൽ സംസ്ഥാനമാണ് സ്റ്റേറ്റിന്റെ PSCയുടെ അംഗങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നമുക്കറിയാലോ ഇപ്പോഴത്തെ സാലറിയൊക്കെ അവർക്ക് ഈ UPSC അധ്യക്ഷനേക്കാളും കൂടുതൽ സാലറിയൊക്കെ ഇപ്പോൾ ഉണ്ട്, അല്ലേ? ഓക്കെ, ഇനി അതുപോലെ തന്നെ അംഗങ്ങളുടെ സാലറി ഏകദേശം 2,25,000 രൂപയാണ്. രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. മനസ്സിലാക്കുക, രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണെങ്കിൽ ഇവിടെ ആർക്കാണ്? ഗവർണർക്കാണ്. നിയമിക്കുന്നത് ഗവർണർക്കാണ്, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. പക്ഷേ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാമേ, ഡൗട്ട് അടിക്കരുത്. ഓക്കെ, റിപ്പോർട്ട് രാഷ്ട്രപതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നു. ഓക്കെ, സംസ്ഥാന നിയമസഭയിലേക്ക് ആര് കൊടുക്കുന്നു? ഗവർണർ കൊടുക്കുന്നു. ഓക്കെ, ഇവരുടെ ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ 320 ചിലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ സഞ്ചിത നിധിയിൽ നിന്നാണ് ഇത് ചാർജ് ചെയ്യുന്നത് എന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. UPSCയുടെയും PSCയുടെയും അധ്യക്ഷനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, UPSCയുടെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ സംസ്ഥാന PSCയുടെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. പക്ഷേ നീക്കം ചെയ്യുന്നത് രണ്ടും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ എഴുതിയിട്ടുണ്ട്. സംസ്ഥാന PSC അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാണ്. പക്ഷേ നീക്കം ചെയ്യുന്നത് ആരാണ്? നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് ഗവർണർ അല്ല എന്ന കാര്യം ഇവിടെ പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ഇനി എന്താണ് ഇവരെ നീക്കം ചെയ്യുവായിട്ട് ബന്ധപ്പെട്ട പ്രധാനമായിട്ട് മിസ്ബിഹേവിയർ, അല്ലെ? ഈ മിസ്ബിഹേവിയർ കാരണം എന്ത് ചെയ്യുന്നുണ്ട്? 317 പറഞ്ഞിരിക്കുന്നത് കേട്ടോ.
ദുർനടപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ രാഷ്ട്രപതി ഈ വിഷയം ആരിലേക്ക് റഫർ ചെയ്യും? സുപ്രീം കോടതിയിലേക്ക് റഫർ ചെയ്യും. സുപ്രീം കോടതി അന്വേഷിച്ചിട്ട് നീക്കം ചെയ്യും, അല്ലെ? സുപ്രീം കോടതി അന്വേഷിച്ച് ഉപദേശത്താൽ രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. സോ ഈ ഒരു അന്വേഷണത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി അന്വേഷിക്കുന്ന സമയത്ത് രാഷ്ട്രപതിക്ക് ഇവരെ എന്ത് ചെയ്യാം? സസ്പെൻഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി എന്താണ്? പാപ്പരായിട്ട് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ മറ്റു ജോലികളിലേക്ക് വരിക, അല്ലെങ്കിൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ട് വരിക, ഈ കാര്യങ്ങൾക്കൊന്നും എന്ത് ചെയ്യത്തില്ല? റഫറൻസ് കൊടുക്കത്തില്ല. സുപ്രീം കോടതിയിലേക്ക് റഫറൻസ് കൊടുക്കത്തില്ല എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഇനി പ്രധാനപ്പെട്ട 320 മുതൽ 322 വരെയുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്? 320 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലകളെ പറ്റിയാണ് പറയുന്നത്. 320 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമതലയെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെ ചുമതലയാണ് UPSC ചെയ്യുന്നത്? അഖിലേന്ത്യാ സർവീസുകളിലേക്കും കേന്ദ്ര സർവീസുകളിലേക്കും പരീക്ഷ നടത്തുന്നു, അല്ലേ? 2 അതിലധികമോ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടാൽ സംയുക്തമായിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടത്തുന്നു. ഇതെല്ലാം UPSCയുടെ പണിയാണ് കേട്ടോ. സോ ഇനി 321 എന്താണ് പറയുന്നത്? പാർലമെന്റിന്റെയോ നിയമസഭയ്ക്കോ അധികമായിട്ടുള്ള ചുമതലകൾ നൽകാം. അധികമായിട്ടുള്ള ചുമതല, ഇതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 320 കേട്ടോ. അധികമായിട്ടുള്ള ചുമതല നൽകുന്നതാണ് 321. 322 പഠിക്കാം. ഇവരുടെ ചിലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് 322 എന്ന് പറയുന്നത്. 323 റിപ്പോർട്ട് കൊടുക്കുന്ന കാര്യമാണ്. രാഷ്ട്രപതി എവിടെ കൊടുക്കും? പാർലമെന്റിലേക്ക് റിപ്പോർട്ട് വെക്കണം, അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് എന്താണ്? ഉപദേശക ബാധകമല്ല, അഡ്വൈസറി മാത്രമാണ്, നോട്ട് ബൈൻഡിങ്, അല്ലേ? ഈ UPSCയുടെ നിർദ്ദേശങ്ങൾ ഒരിക്കലും ബാധകമല്ല, അല്ലേ? വേണമെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. നിലവിലെ എന്താണ്? അജയ് കുമാറാണ് നിലവിലെ UPSCയുടെ അധ്യക്ഷൻ എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക്, സംസ്ഥാനത്തിലേക്ക് വരാം. സംസ്ഥാനത്തിൻ്റെയും സെയിം ആർട്ടിക്കിൾ തന്നെയാണ്. 315 മുതൽ 223 വരെയാണ്. നിയമിക്കുന്നത് ഗവർണറാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. മറന്നു പോവല്. കാലാവധി 6 വർഷം 62 ആണ്. ഓക്കെ, രാജി സമർപ്പിക്കുന്നത് ഗവർണർക്ക് തന്നെയാണ് കേട്ടോ. ഇനി റിപ്പോർട്ട് ഗവർണർക്ക് കൊടുക്കും, ഗവർണർ അത് നിയമസഭയിൽ അവതരിപ്പിക്കും. 323 പ്രകാരമാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ചിലവ് സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്നാണ് എന്ത് ചെയ്ത് ഈ ഒരു ചിലവ് കൊടുക്കുന്നത് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. മനസ്സിലായോ? ഇനി സംയുക്ത ജോയിന്റ് PSC എന്ന് പറയത്തില്ലേ? സംയുക്ത സംസ്ഥാന PSC എന്ന് പറയും, അല്ലേ? 2 സംസ്ഥാനങ്ങളോ 3 സംസ്ഥാനങ്ങളോ ചേർന്നിട്ട് വരിക, 2 അതിലധികമോ സംസ്ഥാനങ്ങൾ പൊതുവായിട്ടുള്ള ഒരു PSC രൂപീകരിക്കാറുണ്ട്. സോ ഇതൊരു പാർലമെന്റിന്റെ നിയമം വഴിയാണ് രൂപീകരിക്കുന്നത്, അല്ലാതെ ഇതൊരു ഭരണഘടനാ സ്ഥാപനമല്ല കേട്ടോ. ഇതെന്താണ്? ജോയിന്റ് PSC എന്ന് പറയുന്നത് എന്താണ്? ജോയിന്റ് സിൻഡിക് PSC എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി ഇവിടെ അധ്യക്ഷനെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പഠിച്ചു വെക്കുക. അധ്യക്ഷനെ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. സോ കേരളത്തിലെ PSC എന്നാണ് രൂപീകരിച്ചത്? 1956 നവംബർ 1 അല്ലേ? VK വേലായുധനായിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. നിലവിലെ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ് നിലവിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റാണെങ്കിൽ ഒന്ന് പറഞ്ഞേ, തെറ്റാണെങ്കിൽ ഓക്കെ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരാം. രണ്ടാമത്തെ വ്യക്തിയാണ് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG പറ്റി പറയുന്നത്. സോ CAG കുറിച്ചൊരു ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, വലിയ കാര്യമൊന്നുമില്ല. 1856 ബ്രിട്ടീഷ് ഭരണത്തിൽ അക്കൗണ്ട് ജനറൽ എന്ന പദവി ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് ഈ CAG എന്ന പദവിയിലേക്ക് മാറുന്നത്. മനസ്സിലായല്ലോ? സോ ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഫെഡറലിലും പ്രവിശ്യകളിലും ഓഡിറ്റുമാരെ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. 1935. സോ 1950 പഠിച്ചു വെച്ചേക്കണേ. ആദ്യത്തെ CAG ആരാണെന്ന് പഠിക്കണം. ആരാ? V നരഹരി റാവു ആണ് ആദ്യത്തെ CAG. CAG പറ്റി പറയുന്ന ആർട്ടിക്കിൾ അറിയാലോ, 148 CAG പറ്റി ആർട്ടിക്കിൾ പറയുന്നത്. ഇനി ഈ CAGയുടെ ഡ്യൂട്ടീസും പവറും കണ്ടീഷൻസ് ഓഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് ഉണ്ട്. 1971 ആക്ട് ആണ് കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. CAGയുമായി ബന്ധപ്പെട്ട ഒരു ആക്ട് ഉണ്ട്. ആക്ടാണ് 1971 അവരുടെ ഡ്യൂട്ടീസും പവേഴ്സും ആയിട്ട് ബന്ധപ്പെട്ട ആക്ട്. അത് പല വർഷങ്ങളായിട്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചാൽ മതി. സോ ഇനി ഈ CAGയും ഇതെല്ലാം വേണ്ട. CAG ഒരു ഏകാംഗ ബോഡിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. സോ ഇനി അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും രണ്ടാക്കി മാറ്റി, അല്ലേ? അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും വേർപെടുത്തി CAGക്ക് ഇനി ഓഡിറ്റ് മാത്രം മതി എന്ന
ഒരു വർഷമാണ് 1976. നേരത്തെ കാലത്ത് അക്കൗണ്ടിങ്ങും ചെയ്യണമായിരുന്നു, ഓഡിറ്റിങ്ങും ചെയ്യുമായിരുന്നു. 76 ഈ ഒരു ജോലി എന്ത് ചെയ്ത് ഓഡിറ്റ് മാത്രമായിട്ട് മാറ്റി എന്ന കാര്യം കൂടെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഇനി നമ്മുടെ BR അംബേദ്കറിന്റെ വാക്കുകൾ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. CAG-യുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് CAG എന്ന് പറഞ്ഞ വ്യക്തിയാണ് BR അംബേദ്കർ അല്ലേ. ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ധനവ്യവസ്ഥയുടെ കാവൽക്കാരൻ, പൊതു ഖജനാവിന്റെ സംരക്ഷകൻ എന്നൊക്കെ പേരിൽ അറിയാതെ ആരാണ്? നമ്മുടെ CAG ആണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി എന്താണ് CAG എന്ന് പറഞ്ഞ ഒരു ഏകാംഗ സ്ഥാപനമാണ്, സിംഗിൾ മെമ്പർ ബോഡിയാണ്. ഇനി എന്താ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. CAG നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കാലാവധി പഠിച്ചു വെക്കുക, 6 വർഷം 65 വയസ്സാണ് കാലാവധി. ഓക്കെ, ഏതാണോ ആദ്യം വരുന്നത്. സാലറി ഏകദേശം 2,50,000 രൂപയാണ് സാലറി ആയി വരുന്നത്. സുപ്രീം കോടതി ജഡ്ജിക്ക് തുല്യമായിട്ടുള്ള സാലറിയാണ്. രാജിവെക്കുന്നത് ആർക്കാണ്? രാജി സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഇനി വിരമിച്ചതിന് ശേഷം കേന്ദ്രത്തിലോ സംസ്ഥാന സർക്കാരിന്റെ ഒരു പദവിയും വഹിക്കാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം ഇങ്ങനെയുള്ള പദവികളൊന്നും വഹിക്കാൻ പറ്റത്തില്ല. ഇനി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആരുടെ മുമ്പിലാണ്? രാഷ്ട്രപതിയുടെ മുമ്പിൽ തന്നെയാണ്. ഓക്കെ, നമുക്കറിയാലോ ഈ സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭരണഘടനയുടെ പട്ടികയിൽ ഷെഡ്യൂളിലെ ഷെഡ്യൂളിൽ 3-നകത്താണ് എന്ത് പറയുന്നത്? നമുക്കറിയാം ഷെഡ്യൂളിൽ 12 ഷെഡ്യൂളുണ്ട്. ആ 12 ഷെഡ്യൂളിനകത്ത് 3-നകത്താണ് സത്യപ്രതിജ്ഞയെ പറ്റി പറയുന്നത്. പലരുടെയും സത്യപ്രതിജ്ഞ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ആ കാര്യം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം ഈ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ മാതൃകയിൽ നീക്കം ചെയ്യുന്ന 3 ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്? കേന്ദ്രത്തിലെ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറൽ 148 അനുസരിച്ച് CAG, ഇലക്ഷൻ കമ്മീഷൻ, മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ, അതുപോലെ തന്നെ UPSC അധ്യക്ഷൻ. ഇത്രയും പേരെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇത്രയും പേരെയും നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന മാതൃകയിലാണ് അല്ലേ. അപ്പൊ നോക്കാം എങ്ങനെയാണ് അത് നടത്തുന്നത്. ഇരു സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസ്സാക്കണം. അത് തെളിയിക്കപ്പെട്ട ദുർനടപ്പ് അല്ലെങ്കിൽ കഴിവുകേട് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടാണ് ഇവരെ നീക്കം ചെയ്യുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 3 പേരെ നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നീക്കം ചെയ്യുന്ന മാതൃകയിലാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വരുവാണെങ്കിൽ CAG-യുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 148 മുതൽ 151 വരെയാണ്. 148 എന്താണ്? നിയമനം, സത്യപ്രതിജ്ഞ, സേവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. 149 എന്താണ്? ചുമതലകളും അധികാരങ്ങളുമാണ്. പാർലമെന്റ് വഴിയാണ് ഈ ചുമതലകളും അധികാരങ്ങളും എന്ത് ചെയ്ത് കൊണ്ടുവന്നത്. നമ്മളറിയാലോ, നമ്മൾ ഈ ഒരു ആക്ട് അറിയാലോ, CAG-യുമായി ബന്ധപ്പെട്ട ഒരു ആക്ട്. ആ ഒരു ആക്ട് വഴിയാണ് ചുമതലകളും അധികാരങ്ങളിലേക്ക് വരുന്നത്. ഇനിതാ 50 എന്താണ്? കേന്ദ്രത്തിന്റെയും സംസ്ഥാനങ്ങളുടെ അക്കൗണ്ടുകൾ രൂപം അല്ലെ. അപ്പോൾ കേന്ദ്രം ഏത് രീതിയിൽ അക്കൗണ്ട് സൂക്ഷിക്കണം, സംസ്ഥാനം ഏത് രീതിയിൽ അക്കൗണ്ട് സൂക്ഷിക്കണം എന്നതിനെ കുറിച്ചുള്ള ഉപദേശം ആർക്ക് കൊടുക്കും? രാഷ്ട്രപതിക്ക് നിശ്ചയിക്കുന്നു, രാഷ്ട്രപതിക്ക് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു അഡ്വൈസ് കൊടുക്കുന്ന കാര്യമാണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ്? 151 പഠിച്ചു വെക്കാം. 151. ഓക്കെ, ഇനി എന്താണ്? ഇനി നെറ്റ് അറ്റ വരുമാനത്തെ പറ്റി അല്ലെങ്കിൽ പറയുന്നതാണ് 279 അറ്റ വരുമാനം. അതിന് CAG-യുടെ ഒരു സാക്ഷ്യപ്പെടുത്തണം. CAG സാക്ഷ്യപ്പെടുത്തിയാൽ മാത്രമേ അത് ഫൈനലായിട്ട് വിധിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അറ്റ വരുമാനത്തിന്റെ കാര്യത്തിലേക്ക് വരുമോ. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് പഠിച്ചത്? 148 എന്താണ് പറഞ്ഞത്? CAG-യുടെ നിയമനമായിട്ട് ബന്ധപ്പെട്ട് CAG-യുടെ ചുമതലകളാണ് 149. CAG-യുടെ ഉപദേശവുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് എങ്ങനെ സൂക്ഷിക്കണം എന്ന ഓഡിറ്റ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നതാണ് 150. 151 എന്താ? റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റിപ്പോർട്ട് കേന്ദ്രത്തിനാണെങ്കിൽ രാഷ്ട്രപതിക്കും, രാഷ്ട്രപതി എവിടെ അവതരിപ്പിക്കും? പാർലമെന്റിൽ. സംസ്ഥാനങ്ങളുടെ വിഷയങ്ങളാണെങ്കിൽ അത് ഗവർണർക്ക് കൊടുക്കും, ഗവർണർ അത് നിയമസഭയിൽ അവതരിപ്പിക്കുക. 3 തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ട്. ഓക്കെ, എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിപ്പോർട്ട്. ഓക്കെ, റിപ്പോർട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ്? പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെടുന്നത് CAG ആണ്. അറിയാലേ, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ കണ്ണും കാതും ആരാണ്? CAG ആണ്. ഓക്കെ, ഇനി നമുക്കത് സഞ്ജയ് മൂർത്തിയാണ്, സഞ്ജയ് മൂർത്തിയാണ് 15ാമത് CAG. ഓർക്കുക, നിലവിലെ CAG ആരാണ്? സഞ്ജയ് മൂർത്തിയാണ് 15ാമത് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത GST കൗൺസിലിനെ പറ്റിയുള്ള കാര്യത്തിലേക്ക് വരാം. GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 279A ആണ് GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. സോ ഇത് ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്ന് അറിഞ്ഞു വെക്കുക. ഇത് വന്ന ഒരു ഭേദഗതി ഏതാ? 101ാമത്തെ ഭരണഘടനാ ഭേദഗതി. എന്താണ്? 2016.
GST നിലവിൽ വന്നിരുന്ന 2017 GST നിലവിൽ വന്നത് എന്ന കാര്യം കൂടെ ഓർക്കുക. ജൂലൈ 1 അല്ലേ. സോ നോക്കുക, ഇതിന് അംഗീകാരം കൊടുത്തത് രാഷ്ട്രപതി അംഗീകാരം കൊടുത്തത് 2016 സെപ്റ്റംബർ 8 ഇത് പഠിച്ചു വെക്കണേ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് 2016 സെപ്റ്റംബർ 12 എന്ത് GST കൗൺസിൽ രൂപീകരിച്ചത്. GST നിലവിൽ വന്നത് നമുക്കറിയാം 2017 ജൂലൈ 1 GST നിലവിൽ വന്നത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി GSTയുടെ ഘടന എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. GSTയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് അറിയാമോ? ഒന്ന് പറഞ്ഞുതരാം. 28 സംസ്ഥാനങ്ങളിലെയും ധനകാര്യ മന്ത്രിമാര്, ഓക്കെ, 3 യൂണിയൻ ടെറിട്ടറി, പിന്നെ 2 പേര്, ഓക്കെ, എത്ര എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 28 സംസ്ഥാനം എന്ന് പറയുമ്പോൾ 28 3 31 പ്ലസ് 2 കേന്ദ്രത്തിലെ 2 പേര്, ഓക്കെ, അങ്ങനെയാണ് 33 പേരാണ് ടോട്ടൽ. 33 പേരാണ് വരുന്നത് കേട്ടോ. 33 പേര് മനസ്സിലാക്കണേ. അപ്പൊ നോക്കുക ധനകാര്യമന്ത്രി ആയിരിക്കും അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. സോ ഇനി അതുപോലെ തന്നെ ഇതിനകത്തൊരു അംഗം അല്ലെങ്കിൽ കേന്ദ്രത്തിലുള്ള മറ്റൊരു അംഗമാണ് ധനകാര്യ സഹമന്ത്രി ഉണ്ടായിരിക്കും അംഗമായിട്ട് വരുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഓരോ സംസ്ഥാനങ്ങളുടെ അംഗങ്ങൾ ഉണ്ടായിരിക്കാം, കേന്ദ്രഭരണ പ്രദേശത്തിലെ മന്ത്രിമാരുണ്ടായിരിക്കാം. ഓക്കെ, ധനകാര്യമന്ത്രി അതായത് 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി എന്ത് GST കൗൺസിലിലെ സെക്രട്ടറി ഉണ്ടായിരിക്കാം, അതാണ് എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി എന്ന് അറിയപ്പെടുന്നത്. അത് റവന്യൂ സെക്രട്ടറി ആയിരിക്കും GST കൗൺസിലിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി എങ്കിൽ ഇതിനകത്ത് നമ്മുടെ ഈ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒരു താൽക്കാലിക ക്ഷണിതാവാണ് അല്ലേ. അദ്ദേഹത്തിന് വോട്ടിടാനൊന്നും പറ്റത്തില്ല. ഒരു ക്ഷണിതാവ്, ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്നതാണ് എന്ന കാര്യം കൂടെ ഒന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി വോട്ടിംഗ് രീതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വോട്ടിംഗ് രീതി എന്ന് പറയുവാണെങ്കിൽ കോറം ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ സമ്മേളനം കൂടാനുള്ള കോറം എന്താണ് 1/2 ആണ്. കോറം കൂടാനുള്ള സമ്മേളനം കൂടാനുള്ളത്. അതുപോലെ തന്നെ തീരുമാനിക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ് എനിക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം GST സ്ലാബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ എത്ര ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം? 3/4 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. മനസ്സിലാക്കി വെക്കുക, 3/4 ഭൂരിപക്ഷം ഉണ്ടായിരിക്കണം. അപ്പം വോട്ടിങ്ങിലൂടെയാണ് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്. ആ വോട്ടിംഗ് ശതമാനം അല്ലെങ്കിൽ എത്രയാണ് 3/4 ആണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ആ വോട്ടിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്രത്തിന് 1/3 തന്നെ ഉണ്ട്. ആ 1/3 തന്നെ ആർക്കുണ്ട്? കേന്ദ്രത്തിനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് 2/3 ആണ് വരുന്നത്. 2/3 ആണ് സംസ്ഥാനങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ ഒരു കാര്യം എന്ന് വെച്ചാൽ കേന്ദ്രത്തിനാണ് വീറ്റോ അധികാരങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, കേന്ദ്രത്തിനാണ് ഏത് നിയമം ഉണ്ടാക്കിയാലും അതിനാണ് കൂടുതൽ പ്രിഫറൻസ്. ആർക്കാണ് ഇവിടെ വരുന്നത്? കേന്ദ്രത്തിനാണ് എന്ന കാര്യത്തിന് വരിക. അപ്പം വീറ്റോ അധികാരം ആർക്കാണ്? കേന്ദ്രത്തിനാണ്. മനസ്സിലായോ? സോ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു GST കൗൺസിലിന്റെ ശുപാർശകളൊന്നും ബൈൻഡിങ് അല്ല, ബാധകമല്ല എന്ന കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഉപദേശക സ്വഭാവമുള്ളതാണ് എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പം നിലവിലെ സ്ലാബുകൾ ഏതൊക്കെയാണ്? 5%, 18%, 40% അല്ലേ. ഓക്കെ, ഏതൊക്കെയാണ് എടുത്തു കളഞ്ഞത്? 12%, അതുപോലെ തന്നെ 28% എന്ത് ചെയ്ത് എടുത്തു കളഞ്ഞു അല്ലേ. ആ കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. അറ്റോർണി ജനറലിനാണ് പഠിക്കുന്നത് നമ്മൾ. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ് അല്ലേ. അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഇതാണ്, 76 അറ്റോർണി ജനറലിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. ഏത് ഭാഗത്തിലാണ്? 5ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. 5ാമത്തെ ഭാഗത്തിലാണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന നിയമ ഉദ്യോഗസ്ഥനാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇനി നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക, രാഷ്ട്രപതിയാണ്. മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം യോഗ്യതയൊന്ന് പഠിച്ചു വെച്ചേക്കണേ. സുപ്രീം കോടതി ജഡ്ജാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ അല്ലെങ്കിലോ 5 വർഷം ഹൈക്കോടതി ജഡ്ജോ അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതി അഭിഭാഷകനായിട്ടോ ജോലി ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യത 5 വർഷം ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതി അഭിഭാഷകനായിരിക്കാം. അല്ലെങ്കിൽ ഇന്ത്യ രാഷ്ട്രപതിയുടെ ഒരു അഭിപ്രായത്തിൽ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു നിയമം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ഓക്കെ, ഇനി നോക്കുക, അദ്ദേഹത്തിന്റെ കാലാവധി ഒരിക്കലും എവിടെ പറഞ്ഞിട്ടില്ല? ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. വിത്ത് പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. നീക്കം ചെയ്യലിന് പ്രത്യേകമായിട്ട് ഭരണഘടനയിൽ നടപടികളൊന്നുമില്ല. രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. ഓക്കെ, രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും ഇദ്ദേഹത്തിനെ നീക്കം ചെയ്യാം എന്ന കാര്യം കൂടെ വരിക. ശമ്പളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശമ്പളം തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ് അല്ലേ.
അതും പ്രത്യേകമായിട്ട് ഭരണഘടനയിൽ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഇവിടെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി ആദ്യത്തെ AG ആരാണ്? അറ്റോർണി ജനറൽ MC സത്തൽവാദാണ് ആദ്യത്തെ AG എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളതും ഇദ്ദേഹം തന്നെയാണ് കേട്ടോ, MG സത്തൽവാദ് കേട്ടോ. ആ കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇദ്ദേഹത്തിന്റെ അധികാരങ്ങളും പരിമിതികളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാ കോടതികളിലും, ഇന്ത്യയിലെ എല്ലാ കോടതികളിലും ഹാജരാകാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ട്. ഇനി പാർലമെന്റിന്റെ ഇരുസഭകളിലും സംയുക്ത സമ്മേളനത്തിലും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കമ്മിറ്റിയിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും പറ്റും. പക്ഷേ എന്ത് പറ്റത്തില്ല? വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആർട്ടിക്കിൾ 88 പ്രകാരം, ആർട്ടിക്കിൾ 88 പ്രകാരം പാർലമെന്റ് ഇരുസഭകളിലും സംയുക്ത സമ്മേളനത്തിലും ഏത് പാർലമെന്റിന്റെ കമ്മിറ്റികളിലും സംസാരിക്കാം, പക്ഷേ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ. ഇനി അതുപോലെ 105 പ്രകാരം ഒരു MP ലഭിക്കുന്ന എല്ലാ പാർലമെന്റുമായി ബന്ധപ്പെട്ട പ്രത്യേക അവകാശങ്ങളും പ്രിവിലേജും ലഭിക്കും. ഓക്കെ. ഒരു MP എന്ന് പറയുമ്പോൾ ലോക്സഭയിൽ രാജ്യസഭയിലുമായിട്ട് ബന്ധപ്പെട്ടല്ലേ. സോ അങ്ങനെയുള്ള MP മാരുടെ പ്രിവിലേജ് കിട്ടും. ആർക്ക് കിട്ടും? നമ്മുടെ AGക്ക് കിട്ടും. ഓക്കെ, അറ്റോർണി ജനറലിന് കിട്ടും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 105 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, കോടതി അലക്ഷ്യ നടപടിക്ക് AGയുടെ സമ്മതം ആവശ്യമാണ്. കോടതി അലക്ഷ്യ നടപടിക്ക് AGയുടെ സമ്മതം ആവശ്യമാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി നോക്കാം, അടുത്ത പരിമിതികളിലേക്ക് വരാം. പരിമിതികൾ എന്തൊക്കെയാണ്? പരിമിതികൾ, അദ്ദേഹം ഒരു സർക്കാർ ജോലിക്കാരനാവാൻ പാടില്ല. നോട്ട് എ ഗവൺമെന്റ് സെർവൻറ്റ്. ഇനി അതുപോലെ സ്വകാര്യ പ്രാക്ടീസ് പങ്കെടുക്കാൻ, ഇത് നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നതാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സ്വകാര്യമായിട്ടുള്ള പ്രാക്ടീസ് പങ്കു ചെയ്യാൻ പറ്റും. ഗവൺമെന്റിനെതിരെ ഉപദേശം നൽകാനോ ഹാജരാകാനോ പാടില്ല. അതുപോലെ ക്രിമിനൽ കേസുകളിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ പാടില്ല. ഒരു കമ്പനിയുടെ ഡയറക്ടർ ആവാൻ പാടില്ല. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. AG ഒരു മന്ത്രിസഭയിൽ അംഗമാകാൻ പാടില്ല. സോ ബ്രിട്ടനിൽ AG ഒരു മന്ത്രിയാണ് കേട്ടോ. സോ ഇവിടുത്തെ കാര്യമാണ് AG മന്ത്രിസഭയിൽ അംഗമാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞു വെക്കുക. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മറ്റുള്ള സോളിസിറ്റർ ജനറലും അഡീഷണൽ സോളിസിറ്റർ ജനറൽമാരൊക്കെ ഉണ്ടായിരിക്കും. സോ അത് ഭരണഘടനാ പദവി അല്ല എന്ന കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. നിലവിലെ ആരാണ്? R വെങ്കിടരമണിയാണ് 16ാമത്തെ വ്യക്തിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക കേട്ടോ. 16ാമത്തെ വ്യക്തിയാണ്. സോ ഇനി മലയാളിയായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കെ. KK വേണുഗോപാൽ ഒരു മലയാളിയാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജനറലിലേക്ക് പറ്റി പറയാം. അഡ്വക്കേറ്റ് ജനറൽ, അപ്പോൾ സംസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടതാണ് അഡ്വക്കേറ്റ് ജനറൽ. നമ്മൾ അറ്റോർണി ജനറൽ കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ അടുത്ത് പഠിക്കുന്നത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. 165 ആണ് ആർട്ടിക്കിൾ. ഏതാണ്? 165 പഠിച്ചു വെച്ചേക്കണേ. 165. അറ്റോർണി ജനറൽ എത്രയാണ്? 76 ആണെങ്കിൽ 165 ആണ്. അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറയുന്നത് 165 ആണ്. സോ ഭാഗം ഏതാണ്? 6ാമത്തെ ഭാഗത്തിലാണ് പറയുന്നത്. ഓക്കെ, സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് നിയമിക്കുന്നത്. ആരാ നിയമിക്കുന്നത്? ഗവർണറാണ്. ഹൈക്കോടതി ജഡ്ജി ആകാൻ യോഗ്യത ഉണ്ടായിരിക്കണം. നമ്മുടെ സുപ്രീം കോടതിയല്ലേ നമ്മൾ അവിടെ പഠിച്ചത്. ഇവിടെ എന്താണ്? ഹൈക്കോടതി ജഡ്ജാകാൻ യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ 10 വർഷം ജുഡീഷ്യൽ സേവനം, അല്ലെങ്കിൽ 10 വർഷം ഹൈക്കോടതി അഭിഭാഷകനായിട്ട് ജോലി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി കാലാവധി ആരാണ് തീരുമാനിക്കുന്നത്? ഗവർണറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു സർക്കാർ തീർന്നു പോയി കഴിഞ്ഞാൽ അയാൾ രാജിവെച്ചിട്ട് പോകും അല്ലേ. അത് ആ ഒരു സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ശമ്പളം തീരുമാനിക്കുന്നത് ഗവർണർ തന്നെയായിരിക്കും. ഇനി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സംസ്ഥാനത്തിലെ നിയമസഭയിൽ സംസാരിക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് 177. എത്താണ്? 177. സോ ഇനി MLA-മാരുടെ പ്രത്യേക പ്രിവിലേജും കാര്യങ്ങളെല്ലാം കിട്ടും. അതിൻ്റെ ആർട്ടിക്കിളാണ് 194. ഏതാ? 194. സോ നിലവിലെ ആരാണ്? ജാജു ബാബു ആണ് നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ കേരളത്തിലെ. പഠിച്ചു വെച്ചേക്കണേ, ഇതൂടെ ചോദിക്കുക. നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്താലോ ഓരോ. അപ്പം അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും തമ്മിലുള്ള കമ്പാരിസൺ ആണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. അറ്റോർണി ജനറൽ 76 ആണെങ്കിൽ ഇവിടെ ഇതാണ് അറ്റോർണി ജനറൽ. ഏതാണ്? അറ്റോർണി ജനറൽ 76 ആണെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ 165 ആണ്. ഓക്കെ, ഭാഗം ഏതാണ്? 4 ആണ്. ഇവിടെ എത്രയാണ്? 6 ആണ്. 6. നിയമിക്കുന്ന ആരാ? രാഷ്ട്രപതി ആണെങ്കിൽ ഇവിടെ ഏതാ? ഗവർണറാണ്. യോഗ്യത എന്താ? സുപ്രീം കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ഇവിടെ ഹൈക്കോടതി ജഡ്ജ് ആകാനുള്ള യോഗ്യതയാണ്. ഓക്കെ, നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റും, വോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 88. ഇവിടെ ഏതാണ്? 177 ആണ്. 177. ഇനി എന്താ പ്രത്യേക അവകാശം? MP-മാരുടെ അവകാശങ്ങളെല്ലാം കിട്ടുന്നത് 105. MLA-മാരുടെ അവകാശങ്ങളൊക്കെ കിട്ടുന്നത് 194 ആണ് കേട്ടോ. 194 കേട്ടോ. 194.
4. മനസ്സിലായോ? അപ്പോൾ ഇദ്ദേഹത്തിനും എന്ത് ചെയ്യാൻ പറ്റും? സംസ്ഥാനത്തിലെ എല്ലാ കോടതികൾക്കും സർക്കാരിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. സംസ്ഥാനത്തിലുള്ള ഹൈക്കോടതിയിലോ ഇപ്പോൾ ബാക്കിയുള്ള താഴ്ന്ന കോടതികളെല്ലാം ഈ സംസ്ഥാനത്തിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 കമ്മിറ്റികളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, ബാക്ക്വേർഡ് കമ്മീഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതിൻ്റെയൊക്കെ ബാക്ക്വേർഡ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് നിങ്ങൾ നോട്ട് കിട്ടുമ്പോൾ ഒന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ തൊട്ടൊന്ന് പഠിച്ചു വെക്കണം. 1990 മുതൽ 90-ലെ 65ാമത്തെ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് ഇതുകൂടെ രണ്ടുകൂടെ ചേർന്നിട്ടൊരു കമ്മീഷനായിരുന്നു. ഏതാ? SC-യും ST-യുടെ ചേർന്നിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. ഏത് വർഷമാണ്? 1990-ലെ 65ാമത്തെ ഭേദഗതി അനുസരിച്ച് ബഹു അംഗമുള്ള ഒരു ഭരണഘടനാ കമ്മീഷനായിരുന്നു ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും കൂടെ. ഇനി 2003-ലെ 89ാമത്തെ ഭേദഗതി അനുസരിച്ച് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്ത്, ഓക്കെ, അത് 338-നെ വെച്ചിട്ട് എന്ത് ചെയ്ത്? രണ്ടായിട്ട് കട്ട് ചെയ്ത് 338-ഉം 338A എന്നും പറഞ്ഞ് 2 ആർട്ടിക്കിളായിട്ട് മാറി. അതിൽ 338A എന്ന് 338 എന്ന് പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിനെ പറ്റിയും ഷെഡ്യൂൾഡ് ട്രൈബിനെ പട്ടിക വർഗമാണെങ്കിൽ 338A ആണ് കേട്ടോ. ഇത് 338 എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. മനസ്സിലാക്കണേ. സോ ഇവിടെ എഴുതിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നീട് വരുന്നതാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ കാര്യം കൃത്യമായിട്ട് പഠിച്ചെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ നമുക്ക് ഷെഡ്യൂൾഡ് ട്രൈബ് ഏതേ വർഷം തന്നെയാണ് വന്നത്? രണ്ടും ഒരേ വർഷം തന്നെയാണ്. ഒന്നുകൂടെ പറയാമേ. 338 അനുസരിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് SC വന്നതും, ഓക്കെ, 338 അനുസരിച്ച് 338A അനുസരിച്ച് ഷെഡ്യൂൾഡ് ട്രൈബ് വന്നതും ഒരേ വർഷം തന്നെയാണ്. 2004 ഫെബ്രുവരി 19. സോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയത് 89ാമത്തെ ഭേദഗതി 2003. രണ്ടും തെറ്റാണല്ലോ. ഇനി കിട്ടിയോ? ഇനി എന്താണ് നമ്മൾ അടുത്ത് പഠിച്ചത്? ഈ ബാക്ക്വേർഡ് കമ്മീഷന്റെ ഭരണഘടനാ സ്റ്റാറ്റസ് കിട്ടിയത് 102ാമത്തെ അമെൻമെന്റ് പ്രകാരമാണ്. 102ാമത് കേട്ടോ. സോ ആ കാര്യം ഇവിടെ ഓർത്തിരിക്കുക. അതിനു മുമ്പ് വരെ ഷെഡ്യൂൾഡ് ട്രൈബ് ആയിരുന്നു OBCയുടെ ചുമതല. OBC കാറ്റഗറിയുടെ, OBC ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയല്ല. ഈ OBCയുടെ ചുമതലകളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് ആരായിരുന്നു? ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയിരുന്നു, പട്ടികജാതിക്കാരായിരുന്നു. ഇന്ന് വരെ 2018-ന് മുമ്പ് വരെ. 2018 കഴിഞ്ഞിട്ട് ആര് വന്നു? 102ാമത്തെ ഭേദഗതി അനുസരിച്ച് എന്ത് വന്നു? ബാക്ക്വേർഡ് കമ്മീഷൻ വന്നു. ഇപ്പം ബാക്ക്വേർഡ് കമ്മീഷനായി ഈ ചുമതല നോക്കുന്നത് ആരുടെ? OBCയുടെ. മനസ്സിലായോ? സോ OBCക്ക് പ്രത്യേകമായിട്ടുള്ള പട്ടിക പുനഃസ്ഥാപിച്ച ഭേദഗതിയോടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. 105ാമത്തെയാണ്. സംസ്ഥാനങ്ങൾക്ക് OBCയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിച്ച ഇതുകൂടിയാണ് 105ാമത്തെ ഭേദഗതി. മനസ്സിലാക്കുക, 105ാമത്തെ ഭേദഗതി. ഓക്കെ, ക്ലിയർ ആണെന്നല്ലോ. ഈ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കണം. നോട്ട് കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണേ. നമുക്ക് സമയമില്ല, പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കണം. ഇനി നമുക്ക് നോക്കാം ഈ 3 കമ്മീഷന്റെയും കൂടെ കൃത്യമായിട്ടുള്ള കാര്യം. അപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മീഷൻ, എല്ലാം 5 പേരാണുള്ളത്. എത്ര പേരാണ്? മൊത്തം 5 പേരാണ്. നമ്മൾ പഠിക്കുവാൻ അധ്യക്ഷൻ ഉണ്ടായിരിക്കും, ഉപാധ്യക്ഷൻ ഉണ്ടായിരിക്കും, 3 അംഗങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ 3 കമ്മീഷനും എത്ര ആണ്? 5 വർഷമാണ്. മനസ്സിലാക്കണേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ കൃത്യമായിട്ട് മനസ്സിലാക്കണേ. നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രപതിയാണ് ഈ 3 കമ്മിറ്റിനെ നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ്. ഈ 3 കമ്മീഷന്റെയും കാലാവധി 3 വർഷമാണ്. എന്താ ഈ 3 കമ്മീഷനും റീ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. എത്ര തവണയുണ്ട്? 2 തവണയുണ്ട് കേട്ടോ. റീ അപ്പോയിന്റ്മെന്റ് 2 തവണയുണ്ട്. ഈ പോയിന്റുകളെല്ലാം അത്യാവശ്യം NCERT പുസ്തകം മാത്രമല്ല ഞാൻ റെഫർ ചെയ്തേക്കുന്നത്, പല പുസ്തകങ്ങളും റെഫർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലക്ഷ്മികാന്തിന്റെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയാണ്. സോ ഇനി സേവന വ്യവസ്ഥ നിശ്ചയിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് സേവന വ്യവസ്ഥ നിശ്ചയിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണേ, ഷെഡ്യൂൾഡ് ട്രൈബിൽ പട്ടിക വർഗം അല്ലേ, ആ പട്ടിക വർഗത്തിൽ കുറഞ്ഞത് ഒരു വനിതാ അംഗമായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. പട്ടിക വർഗത്തിൽ കുറഞ്ഞത് ഒരു വനിതാ അംഗമായിരിക്കണം. ഇനി അടുത്തത് ക്യാബിനറ്റ് പദവിയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിക്ക് ഈക്വൽ ആയിരിക്കും. മനസ്സിലാക്കുക, ഇതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണേ. ഓക്കെ, അധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയായിരിക്കും. ഉപാധ്യക്ഷന്റെ പദവി എന്ന് പറയുന്നത് കേന്ദ്ര സഹമന്ത്രിയുടെ പദവിക്ക് ഈക്വൽ ആയിരിക്കും. അംഗങ്ങളുടെ പദവി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ സെക്രട്ടറിയുടെ പദവിയായിരിക്കും. മൊത്തം എത്ര പേരുണ്ട്? 5 പേര്. ഏതൊക്കെയാണ്? ഒരു അധ്യക്ഷൻ, ഒരു ഉപാധ്യക്ഷൻ, പിന്നെ എത്ര? 3 പേര്. അങ്ങനെ ടോട്ടൽ എത്ര? 5 പേര്. അപ്പോൾ അധ്യക്ഷന്റെ പദവി എന്തായിരിക്കും? ക്യാബിനറ്റ് ആണ്.
ഓക്കെ. ഉപാധ്യക്ഷന്റെ പദവി എന്താണ്? സഹമന്ത്രിയാണ്. ബാക്കിയുള്ളതോ കേന്ദ്ര സർക്കാർ സെക്രട്ടറിയുടെ പദവി ഉണ്ടായിരിക്കും. ഓക്കെ, ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവരുടെ അധികാരങ്ങളും ചുമതലകൾ എന്താ? ഒരു സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കാം. എന്താണ് സിവിൽ കോടതിയുടെ അധികാരം? സമൻസ് അയക്കാം, ആളുകളെ വിളിച്ചു വരുത്താം, സത്യപ്രതിജ്ഞയിൽ വിസ്തരിക്കാം, അല്ലെ, രേഖകൾ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നതാണ്. പൊതുരേഖകൾ, കോടതിയിൽ നിന്നും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കോപ്പി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്, സിവിൽ കോടതിയുടെ അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കമ്മിറ്റിക്കും അല്ലെങ്കിൽ കമ്മീഷനും എന്തുണ്ട്, സിവിൽ കോടതിയുടെ അധികാരം ഉണ്ടായിരിക്കാം. ചുമതലകൾ എന്താ? ഭരണഘടനാ നിയമപരമായിട്ടുള്ള സംരക്ഷണങ്ങൾ നൽകുക, അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുക, അവകാശ ലംഘന പരാതികൾ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുക, സാമൂഹ്യ സാമ്പത്തിക വികസന ആസൂത്രണത്തിൽ പങ്കുചേരുക, ഉപദേശം കൊടുക്കുക, വാർഷികമായിട്ടുള്ള റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് കൊടുക്കുക. രാഷ്ട്രപതി അത് എവിടെ കൊടുക്കും? പാർലമെന്റിൽ കൊടുക്കും. ഓക്കെ. സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ അത് ഗവർണർക്ക് കൊടുക്കും. ഗവർണർ അത് നിയമസഭയിൽ അവതരിപ്പിക്കും. ഓക്കെ, കിട്ടുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ? ഇനി എന്താണ് ഇവരുടെയും എന്താണ് നോട്ട് ബൈൻഡിങ് ആണ്, അല്ലെ, ഇവരുടെ ഉപദേശം ബാധകമല്ല എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ 3 കമ്മീഷനും പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് നോക്കാമേ. അപ്പൊ ഷെഡ്യൂൾഡ് പട്ടികജാതി ആണെങ്കിൽ 338, പട്ടിക വർഗമാണെങ്കിൽ 338A, പട്ടിക ബാക്ക്വേർഡ് കമ്മീഷൻ ആണെങ്കിൽ 338B ആണ്. ഓക്കെ, 65ാമത്തെ ഭരണഘടനാ ഭേദഗതി അത് ഒന്നിച്ചു വന്നതാണ്. HCയും STയും കൂടെ ഒന്നിച്ച് വന്നതാണിത്. ഓക്കെ, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് ഏതായിരുന്നു? 89ാമത്തെ ഭേദഗതിയിലാണ് രണ്ടും സെപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, 2003 രണ്ടും സെപ്പറേറ്റ് ചെയ്തത്. അപ്പം 102ാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. പ്രവർത്തനം ആരംഭിച്ചു എന്നാണ് 2004 ഫെബ്രുവരി 19 SCയും അതുപോലെ SCയും STയും വന്നത് 2004 ഫെബ്രുവരി 19 ഇത് 2018 ഓർക്കുക, ഓഗസ്റ്റിലാണ്. ഇനി മന്ത്രാലയങ്ങൾ ഏതാ? സാമൂഹ്യ നീതി ശാക്തീകരണ മന്ത്രാലയമാണ് SCക്കാണെങ്കിൽ. STക്ക് എന്താ? ഗോത്രകാര്യ മന്ത്രമാണ്, അല്ലെ, ട്രൈബലുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രാലയമായിരിക്കും. ഇവിടെയും സാമൂഹ്യ ശാക്തീകരണ മന്ത്രാലയമാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ബാക്ക്വേർഡ് കമ്മീഷൻ കേട്ടോ, ബാക്ക്വേർഡ് കമ്മീഷൻ. ഓക്കെ, ഇനി ആദ്യത്തെ അധ്യക്ഷൻ ആരാ? സൂരജ് ഭാനാണ് SCക്കകത്ത് വരുന്നത്. കൻവർ സിംഗ് ആണ് STക്കകത്ത് വരുന്നത്. ഭഗവാൻ ലാൽ സാനിയാണ് SCക്കകത്ത് വരുന്നത്. SC അല്ല, ബാക്ക്വേർഡ് കമ്മീഷൻ, ബാക്ക്വേർഡ് കമ്മീഷൻ മനസ്സിലാക്കണേ. കിഷോർ മക്വാനയാണ് എന്തിനകത്ത് വരുന്നത്? നിലവിലെ SC. അന്തർ സിംഗ് ആര്യാണ് നിലവിലെ STയിലെ. ബാക്ക്വേർഡ് കമ്മീഷനിലെ ഹൻസ്രാജ് ആണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. അപ്പൊ എളുപ്പത്തിൽ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1950 ജനുവരി 25. പഠിക്കേ, 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത്. നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന്റെ തലേ ദിവസം, അല്ലേ? അപ്പം ഓട്ടോ ഡേ ആയിട്ട് ആചരിച്ചത് ജനുവരി 25. ഏത് വർഷം മുതലാണ്? 2011 മുതലാണ്. 2011 മുതലാണ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരുന്നത് സുകുമാർ സെന്നാണ്. ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് നടന്ന് നമുക്കറിയാം എന്നാണ് 1951-52 വർഷങ്ങളിലാണ് പൊതുവായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടന്നത് ഇന്ത്യയിൽ ആദ്യമായിട്ട്. പിന്നെ EVM മിഷൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണ്? EVM മിഷൻ ഓക്കെ, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മിഷൻ, അല്ലേ? ഓക്കെ, അത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് എവിടെയാണ്? ഇലക്ട്രോണിക്സ് വെരിഫൈഡ് മിഷൻ ഉപയോഗിച്ചത് ആദ്യമായിട്ട് EVM ഉപയോഗിച്ചത് വടക്കൻ പറവൂരാണ്. വർഷം ഓർത്ത് വെക്കുക, 1982 മെയ്യിലാണ്. വടക്കൻ പറവൂരാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഓക്കെ, ഇനി അടുത്ത് അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം കുറച്ചത്, അല്ലെ, 21 നിന്ന് 18 കുറച്ച ഭേദഗതി 88 61ാമത്തെ ഭേദഗതിയാണ്. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് എന്ന കാര്യം ഇവിടെ മറന്നു പോവാതെ പഠിച്ചു വെച്ചേക്കുക. ഈ ഒരു 81-80 വരെ എന്താണ്? ഓക്കെ, ഏകാംഗ ബോഡി ആയിരുന്നു, അല്ലേ? പിന്നീട് എന്ത് ചെയ്ത് 3 അംഗ ബോഡിയിലേക്ക് മാറുകയാണ്. 89 ഈ വോട്ടിംഗ് പ്രായമൊക്കെ കുറച്ചപ്പോഴത്തേന് എന്ത് ചെയ്ത് പിന്നീട് 3 അംഗ ബോഡിയിലേക്ക് മാറുകയാണ്. അതുവരെ എന്താണ്? ഒറ്റ മെമ്പേഴ്സ് ബോഡി ആയിരുന്നു. പിന്നീട് 3 ബോഡിയിലായി. തൊട്ടടുത്ത വർഷങ്ങളിൽ വീണ്ടും അത് 1 ആക്കും, വീണ്ടും പിന്നീട് 3 ആക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം 3 തന്നെയാണ് വരുന്നത്. പറഞ്ഞു തരാമേ, നോക്കിക്കോണം. 1990 ജനുവരി 2 വീണ്ടും അത് 1 ബോഡിയാക്കി വീണ്ടും കുറച്ചു.
പിന്നീട് എന്ത് ചെയ്തു? പിന്നീട് ആ ഒരു സമയത്താണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏറ്റവും കുറച്ചു കാലം ഇരുന്ന വനിതാ ആദ്യത്തെ മുഖ്യ ഇലക്ഷൻ കമ്മീഷണർ VS രമാദേവി വരുന്നത്. ഓർത്തുക, VS രമാദേവി. ഓക്കെ. പിന്നീട് TN ശേഷൻ അറിയാം, മലയാളിയാണ് TN ശേഷൻ എന്ന് പറയുന്നത്. ആ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നത് ഇവരുടെ കാലത്താണ്. ഇവരെ പെരുമാറ്റച്ചട്ടം കൊണ്ടുവന്നതല്ല, കൂടുതൽ കർശനമാക്കിയത് ഈ ഒരു സമയത്താണ്. വോട്ടർ ഐഡന്റി കാർഡ് ഒക്കെ കൊണ്ടുവന്നത് ഈ ഒരു സമയത്താണ്. കൂടെ ഒന്നുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ. 93 ആയപ്പോഴത്തേന് എന്ത് ചെയ്ത്? വീണ്ടും 3 അംഗ ബോഡിയാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ, ആദ്യം 89 3 അംഗ ബോഡി, ആദ്യം 89 വരെ 1 അംഗ ബോഡിയായിരുന്നു. 89 ആയപ്പോഴത്തേന് 3 അംഗമാക്കി, പിന്നീട് 1 ആക്കി, പിന്നീട് 3 ആക്കി, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് 3 തന്നെയാണ്. സോ ഈ നോക്കണേ, ഈ 3 പേർക്ക് എന്താണ്? ഒരേ അധികാരങ്ങൾ, തുല്യ അധികാരങ്ങൾ ആണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഏതെങ്കിലും രീതിയിൽ തർക്കങ്ങൾ വരുവാണെങ്കിൽ അവിടെ ഭൂരിപക്ഷം അനുസരിച്ച് വോട്ട് ചെയ്യും. മനസ്സിലായോ? അതനുസരിച്ചാണ് വരുന്നത്. ഇനി EVM എല്ലാ മണ്ഡലങ്ങളിലേക്കും വന്നത് 2004 2004 എല്ലാ മണ്ഡലങ്ങളിലേക്കും വന്നത്. 2013 നോട്ട അവതരിപ്പിച്ചു. ഓർത്തുക, നോട്ട അവതരിപ്പിച്ചത് ഏത് വർഷമാണ്? 2013. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചേക്കണേ, അടുത്തിടെ പഠിച്ചു വെച്ചേക്കേണ്ട ഒരു കാര്യമാണ്. അനൂപ് ബൻവാൾ കേസ് എന്താണ്? ഈ CAGയും അല്ലെങ്കിൽ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ കമ്മീഷനും മറ്റ് കമ്മീഷണർമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ട് നമ്മുടെ പാർലമെന്റ് പാസ്സാക്കി. അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അനൂപ് ബൻവാൾ കേസ് എന്ന് പറയുന്നത്. 2023. സോ ആ കാര്യം ഇവിടെ ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട ആർട്ടിക്കിളുകളൊക്കെയാണ് അല്ലെ. 324 ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 324 അല്ലെ. ഇലക്ഷന്റെ മേൽനോട്ടം നയിക്കുക, നിർദ്ദേശം കൊടുക്കുക, നിയന്ത്രണം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ഇനി ആ ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങളുടെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. സോ നിയമിക്കുന്നതിന് കാലയളവിൽ രാഷ്ട്രപതി നിശ്ചയിക്കുന്ന അനുസരിച്ചാണ് ഈ 1, 2, 3 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. ഓക്കെ, അത് രാഷ്ട്രപതിയുടെ നിശ്ചയിക്കുന്ന അനുസരിച്ചാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടിയെ കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഭരണഘടനയിൽ ഈ കാര്യം കൃത്യമായിട്ട് ഇത്ര മെമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇനി നമുക്ക് റീജിയണൽ കമ്മീഷണർമാരുണ്ട്. റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കുന്നത് നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ് രാഷ്ട്രപതി തീരുമാനിക്കുന്നത് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. റീജിയണൽ കമ്മീഷണർമാരെ നിയമിക്കുന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിച്ചതിന് ശേഷമാണ്. ഓക്കെ. ഇനി എന്താണ് അടുത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 325 എന്താ? 325 എന്ന് പറയുന്ന ആർട്ടിക്കിള് ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വോട്ടർ പട്ടികയിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നതാണ് 325. ഇനി സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത്, സാർവത്രിക വോട്ടവകാശം ഏതാണ്? 18 വയസ്സിൽ വോട്ട് ചെയ്യുക അല്ലെ. അത് കൊണ്ടുവന്നത് 326 ആർട്ടിക്കിൾ ആണ്. ഓർത്തിരിക്കുക, 326. 326 പഠിച്ചു വെക്കുക. ഇനി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പാർലമെന്റിന് നിയമ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട 327. സോ 328 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാന നിയമസഭയുടെ അധികാരമാണ് 328. ദെൻ അതുപോലെ 329 എന്താണ്? തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ കോടതി ഇടപെടലിന്റെ വിലക്കാണ്. ഓക്കെ, അതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ് 329. തെരഞ്ഞെടുപ്പ് കാര്യങ്ങളിൽ കോടതി ഇടപെടലിന് വിലക്കാണ്. തർക്കം ഒക്കെ നമ്മുടെ ഈ ഇലക്ഷൻ പെറ്റീഷൻ വഴി മാത്രമാണ് വരുന്ന അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ തീർക്കുന്നത്, കോടതിയിലല്ല എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ആർട്ടിക്കിൾ 103 192 പഠിച്ചു വെച്ചേക്കണേ. 103 എന്താണ്, 192 എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുക. MP-മാരുടെ ബന്ധപ്പെട്ട അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങൾ ഒക്കെ രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കുക. ഇനി 192 എന്താണ്? MLA-മാരുടെ അയോഗ്യത സംബന്ധിച്ച് ഗവർണർക്ക് ഉപദേശം കൊടുക്കുന്ന കാര്യമാണ്. ഓക്കെ, രണ്ടും മനസ്സിലാക്കുക. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടത് K ആണ്. 243 Kയും 243 ZA എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അവിടുത്തെ ആണ്. ഓക്കെ, മുനിസിപ്പാലിറ്റികളിലെ. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ഇറക്കിയിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കുക. 1950 എന്താണ്? ഓക്കെ, ജനപ്രാതിനിധ്യ നിയമമുണ്ട്. ജനപ്രാതിനിധ്യ നിയമം 1950 ജനപ്രാതിനിധ്യ നിയമം 1951 രണ്ടുമുണ്ട്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമത്തിനകത്താണ്. സോ തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് അയോഗ്യത സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിൽ
1951 പീപ്പിൾസ് റെപ്രസെന്റേഷൻ ആക്ട് പ്രകാരമാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനി ചിഹ്നങ്ങളുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു നിയമമുണ്ട്, 1968 നിയമം. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി ഘടനയെ ഒന്ന് പഠിക്കാം. നിലവിലെ ആരെയാണ്, മൊത്തം എത്രയാണ്, 1+2 ആണ്, 3 പേരാണ് ഉള്ളത്. ആ 3 പേർക്കും ഈക്വൽ ആയിട്ടുള്ള സാലറിയും ഈക്വൽ ആയിട്ടുള്ള അധികാരമാണ് വരുന്നത്. ഒക്കെ ഇവരുടെ ഇടയിൽ ഏതെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അവിടെ വോട്ടിടും. ആ കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ്, നിലവിലെ 26ാമത്തെ ആണ്. സുഖ്ബീർ സിംഗ് സിന്ധു ആണ് നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ. ഒരാൾ പഠിച്ചല്ലോ. ഇനി അതാ വിവേക് ജോഷി മറ്റൊരാൾ, 2 പേര് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാമേ, ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ. ഇതിന് മുൻഗാമി എന്നറിയപ്പെടുന്നത് രാജീവ് കുമാർ ആണ്. ഇതിന് മുൻഗാമി എത്രയാണ്? 25ാമത്തെയാണ് രാജീവ് കുമാർ. അപ്പൊ ആദ്യത്തെ ആരാ? സുകുമാർ സെൻ ആണ്. ആദ്യത്തെ വനിത പഠിച്ചു, ആരാ? VS രമാദേവിയാണ് ആദ്യത്തെ വനിത എന്ന് പറയുന്നത്. നമ്മളിവിടെ പഠിച്ചു 3 പേർക്കും തുല്യ അധികാരവും ശമ്പളവും പദവിയും തുല്യമായിരിക്കും. ഭൂരിപക്ഷം എന്തെങ്കിലും വരുവാണെങ്കിൽ, ഭൂരിപക്ഷം എങ്ങനെയാ, ഏതെങ്കിലും തീരുമാനം എടുക്കുന്നതിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യണമെങ്കിൽ അവിടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. സോ ഇനി എന്താ, നമ്മുടെ ഈ പുതിയ നിയമം വന്നില്ലായിരുന്നു, നമ്മൾ 2023 നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ആ നിയമനം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഒരു കേസാണ് അനൂപ് ബരൻവാൽ വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2023. ഈ ഒരു കേസിൽ സുപ്രീം കോടതി വിധിച്ചത് പാർലമെന്റിൽ നിയമം ഉണ്ടാക്കുന്നത് വരെ ഇവരെ തെരഞ്ഞെടുക്കത്തില്ല. ഈ 1+2 എന്ന് പറയുന്ന അംഗത്തിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് എന്നിവരടങ്ങിയിട്ടുള്ള ഒരു സമിതി വേണം എന്ന് പറഞ്ഞു. മനസ്സിലാക്കണേ, വേണമെന്ന് പറഞ്ഞു. ഓക്കെ, ഉടനെ തന്നെ എന്ത് ചെയ്ത് പാർലമെന്റിൽ ഒരു നിയമം അങ്ങ് ഉണ്ടാക്കി. അപ്പൊ നിയമം ഉണ്ടാക്കുന്നത് വരെ ഇവരെ ഈ ഒരു ഘടനയിൽ വെച്ചായിരിക്കും സെലക്ഷൻ കമ്മീഷൻ വരുന്നത്. ഇനി നിയമം ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്ത് ഈ ചീഫ് ജസ്റ്റിസിനെ എടുത്ത് കയ്യത്ത് കളഞ്ഞ്. ഓക്കെ, അദ്ദേഹം ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് പകരം എന്തോന്ന്, ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്തി. അപ്പൊ നിലവിലെ വ്യവസ്ഥ എങ്ങനെയാണ്? അപ്പൊ നിലവിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. പ്രധാനമന്ത്രി ഉണ്ടായിരിക്കാം അധ്യക്ഷനായിട്ട് വരുന്നത്. പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയുണ്ട്. പിന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. അപ്പൊ ഈ 3 പേരാണ് നിലവിലുള്ളത്. ആരെയില്ല? ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആളെ എടുത്തു കളഞ്ഞു എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സർച്ച് കമ്മിറ്റി ഉണ്ട്. വേറെ സർച്ച് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ കമ്മിറ്റി വേറെ, സർച്ച് കമ്മിറ്റി വേറെ. സർച്ച് കമ്മിറ്റിയിൽ കേന്ദ്ര മന്ത്രിസഭയുടെ അധ്യക്ഷതയിലുള്ള 5 പേരാണ് സെർച്ച് ചെയ്യുക. ഓക്കെ, പേരുകളൊക്കെ സെർച്ച് ചെയ്തു, ഒരു 5-6 പേരെ സെർച്ച് ചെയ്തു. അപ്പൊ നോക്കുക, ഒരു 7 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 7 പേരെ സെലക്ഷൻ കമ്മീഷൻ ആരാ? ഈ 3 പേര് ചേർന്നിട്ടാണ് ഈ 7-ൽ നിന്ന് എത്ര പേരെ സെലക്ട് ചെയ്യുന്നത്? 3 പേരിലേക്ക് സെലക്ഷൻ ചെയ്യുക. ഒരു എക്സാമ്പിൾ ആണേ പറഞ്ഞത്, സെലക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ആ സെലക്ഷൻ ചെയ്ത 3 പേരെ ആർക്ക് പറഞ്ഞു കൊടുക്കും? രാഷ്ട്രപതിക്ക് പറഞ്ഞു കൊടുക്കും. രാഷ്ട്രപതി അവരെ നിയമനം ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ ഒരു പ്രൊസീജിയർ പോകുന്നത്. സോ ആ കാര്യം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താ, കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിന് തുല്യമായിട്ടുള്ള പദവി വഹിച്ചിട്ടുള്ളവരായിരിക്കും യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശമ്പളവും കാലാവധിയും കുറച്ച് കാര്യങ്ങളോടൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, ഇലക്ഷൻ കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി 6 വർഷം 65 ഏതാണോ ആദ്യം വരുന്നത്. ഓക്കെ, പ്രതിമാസ സാലറി 2,50,000 രൂപയാണ്. സുപ്രീം കോടതി ജഡ്ജിന് തുല്യമായിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? ഓക്കെ, ഇനി വിരമിച്ചതിന് ശേഷം കേന്ദ്രത്തിന്റെയോ സർക്കാരിന്റെ കീഴിലുള്ള പദവികൾ വഹിക്കാൻ പാടില്ല എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പുനർനിയമനം ഇല്ല കേട്ടോ. 2023 ഈ ഒരു നിയമം അനുസരിച്ച് പുനർനിയമനം ഇല്ല എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. നീക്കം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീക്കം ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ മാതൃകയിലും കാരണങ്ങളിലും ആയിരിക്കും നീക്കം ചെയ്യുന്നത്. ഓക്കെ, ഇനി നീക്കം ചെയ്യുക എന്നതിന് പ്രധാനപ്പെട്ട എന്താണ്? ഈ തെളിയിക്കപ്പെട്ട അല്ലെങ്കിൽ ദുർനടപ്പ്, അല്ലെ? ഓക്കെ, മിസ്ബിഹേവിയർ അല്ലെങ്കിൽ കഴിവുകേട്, ഇൻകപ്പാസിറ്റി മൂലം പാർലമെന്റിനെ റെഫറൻസ് ചെയ്യും. പാർലമെന്റ് റെഫറൻസ് ചെയ്യുന്ന പറഞ്ഞാൽ കോടതിയിലേക്ക്, സുപ്രീം കോടതിയിൽ നിന്ന് അല്ല, നമ്മുടെ പാർലമെന്റിലേക്ക് എന്ത് ചെയ്യാം? റെഫർ ചെയ്യും. പാർലമെന്റിലെ 2 സഭകളിലും പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യണം? പാസ്സാക്കണം. എത്രയാണ്? 2-3 പേരുടെ വോട്ട് ഒക്കെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാസ്സാക്കിയതിനു ശേഷമാണ് ഇവരെ നീക്കം ചെയ്യുന്നത് കേട്ടോ. സോ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഇത് മുഖ്യ ആളിനെ ചീഫ് ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യുന്ന മാതൃകയാണ് പറഞ്ഞത്. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ മാതൃകയിലാണ് തെളിയിക്കപ്പെട്ട ദുർനടപ്പ് അല്ലെങ്കിൽ മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി കാരണക്കാല് എന്ത് ചെയ്യാം? പാർലമെന്റിലെ 2 സഭകളിലും പ്രത്യേകമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യാം? 3-2 പേരുടെ വോട്ടും ഒക്കെ വേണം, എന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാൻ പറ്റൂ.
ഇനി ബാക്കിയുള്ള അംഗങ്ങളിലെ സോ മുഖ്യ ആളിനെ ഒഴിവാക്കി ബാക്കി രണ്ടുപേരുണ്ട് റീജിയണൽ കമ്മീഷണർമാരെ നീക്കം ചെയ്യുന്നത് ഈ മുഖ്യ ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരത്തിൽ രാഷ്ട്രപതിയാണ് എന്ന കാര്യത്തിലേക്ക് വരിക. മുഖ്യ ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി എന്താണ് ചുമതലകളാണ്, ഡ്യൂട്ടീസ് ആണ്. എന്തൊക്കെയാണ് ഭരണപരമായിട്ടുള്ള ചുമതലകൾ? എന്തുവാ? അതിർത്തി, ഓക്കെ, മണ്ഡല അതിർത്തി നിർണയം, ഓക്കെ, ഡീലിമിറ്റേഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, കാലാനുസൃതമായിട്ട് അത് മാറ്റങ്ങൾ വരുത്തുക, അല്ലെ? SIR അറിയാലോ നമുക്ക്, സ്പെഷ്യൽ ഇന്റൻസീവ് റിസർവേഷൻ എന്ന് പറഞ്ഞൊക്കെ, ഓക്കെ, നമ്മൾ ഈ ഇടയ്ക്ക് ഒരുപാട് കണ്ടതാണ്, അല്ലെ? സോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തെരഞ്ഞെടുപ്പ് തീയതികളും ഷെഡ്യൂൾ പ്രഖ്യാപിക്കുക, അതുപോലെ തന്നെ എന്താ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക, അതുപോലെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കുക, അതുപോലെ എന്താ മാതൃകാ ചട്ട പെരുമാറ്റം തയ്യാറാക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് മാധ്യമ സമയം അനുവദിക്കൽ, ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്, അല്ലേ? സോ അതുപോലെ തന്നെ എന്താ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, അതുപോലെ തന്നെ ക്രമക്കേട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, വോട്ടെടുപ്പ് റദ്ദാക്കൽ, പുനർവോട്ടൽ, റീപോളിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നതും ഒക്കെ ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, ഇനി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനായിട്ട് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യാവുന്ന അധികാരവും ആർക്കുണ്ട്? ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഉപദേശക ചുമതലയാണ്, അഡ്വൈസറി ചുമതലകൾ. ഇനി MBA അയോഗ്യത കൽപ്പിക്കുന്നത്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അയോഗ്യത കൽപ്പിക്കേണ്ടത് ഒരിക്കലും ആരല്ല? ഇലക്ഷൻ കമ്മീഷൻ അല്ല. അതിന്റെ അഡ്വൈസ് കൊടുക്കും. ആർക്ക് കൊടുക്കും? രാഷ്ട്രപതിക്ക് അഡ്വൈസ് കൊടുക്കും. രാഷ്ട്രപതിയാണ് ഇവരെ നീക്കം ചെയ്യുന്നത്. മനസ്സിലായോ? MPമാരുടെ അയോഗ്യത സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് ഉപദേശം കൊടുക്കും. രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. MLAമാരുടെ അയോഗ്യത സംബന്ധിച്ച് ഗവർണർക്ക് ഉപദേശം കൊടുക്കും. ഗവർണറാണ് അവരെ അയോഗ്യത കൽപ്പിക്കുന്നത്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഉപദേശം രാഷ്ട്രപതിയും ഗവർണറും ബാധകമാണ്, ബൈൻഡിങ് നേച്ചർ ആണ് എന്ന കാര്യം ഇവിടെ ചോദിക്കും. ഇതൊക്കെ അത്യാവശ്യം ഉള്ളിൽ കിടന്നുള്ള ചോദ്യങ്ങളാണ്, മനസ്സിലാക്കി വെക്കുക. എന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒരു അർദ്ധ ജുഡീഷ്യൽ ചുമതലയും കൂടി ആര് വഹിക്കുന്നുണ്ട്? ഒരു ഇലക്ഷൻ കമ്മീഷൻ വഹിക്കുന്നുണ്ട് എന്ന കാര്യങ്ങളിലേക്ക് വരിക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കി വെക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഏതൊക്കെ തെരഞ്ഞെടുപ്പാണ് നടത്തുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്നത് ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, രാജ്യസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ, വിധാൻസഭ എന്ന് വരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അന്ന് വരെ പിള്ളേരെ കൊണ്ട് തെറ്റിച്ചു. ഈ വിധാൻസഭ എന്ന ഏതാണ് അറിയാമോ? അല്ലെ? അപ്പൊ സംസ്ഥാന നിയമസഭയാണ് വിധാൻസഭ എന്ന് പറയുന്നത്. വിധാൻ പരിഷത്തുണ്ട്, ഓക്കെ, കൗൺസിലുകളുള്ള സംസ്ഥാനങ്ങൾ 6 സംസ്ഥാനങ്ങളിലാണ് കൗൺസിൽ ഉള്ളത്. ഈ 6 സംസ്ഥാനങ്ങളിൽ വിധാൻ പരിഷത്ത് എന്ന് പറയും. അവിടേക്കുള്ള ഇലക്ഷന് ഒക്കെ രാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടത്, ഉപരാഷ്ട്രപതിയുമായിട്ട് ബന്ധപ്പെട്ടത് എല്ലാം നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അപ്പൊ ലോക്സഭ 1, രാജ്യസഭ 2, സംസ്ഥാന നിയമസഭ 3, അതുപോലെ സംസ്ഥാന നിയമസഭ കൗൺസിൽ വിധാൻ പരിഷത്ത് എന്ന് പറയുന്നത് 4, ദെൻ അതുപോലെ തന്നെ രാഷ്ട്രപതി 5, ഉപരാഷ്ട്രപതി 6 തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടത്തുന്ന ആരാ? ഇലക്ഷൻ കമ്മീഷനാണ്. 6 തെരഞ്ഞെടുപ്പാണ്, മറന്നു പോവാതെ പഠിച്ചു വെച്ചേക്കണം. ഇനി എന്താണ് പറയുന്നത്? ഇലക്ഷൻ നടത്താത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഇലക്ഷനുകൾ തെരഞ്ഞെടുപ്പ് ആരാ നടത്തുന്നത്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് പഠിച്ചു പോവാമേ. ആർട്ടിക്കിൾ ഒന്ന് കമ്പാരിസൺ ചെയ്യാം. ഈ 324 ആണെങ്കിൽ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ, സംസ്ഥാനത്തിൽ വരുവാണെങ്കിൽ 2 ആർട്ടിക്കിൾ ഉണ്ട്. പഞ്ചായത്തുമാണെങ്കിൽ K, നഗരസഭയുമായി ബന്ധപ്പെട്ട ZA ആണ്. നിയമിക്കുന്നത് ഗവർണർ, ഇവിടെയും നിയമിക്കുന്നത് ഗവർണർ തന്നെയാണ്. ഓക്കെ, ഇനി നോക്കണേ, ഇവിടുത്തെ ഘടന എങ്ങനെയാണ്? മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ 1+2 ആണ്, അല്ലേ? 1+2 ആണ്. ഇവിടെ ഒറ്റ ബോഡിയേ ഉള്ളൂ, ഏകാംഗ ബോഡിയാണ്. ഇനി ചുമതല എന്താണ് പറയുന്നത്? പാർലമെന്റ്, സംസ്ഥാന നിയമസഭ, അതുപോലെ തന്നെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇനി നീക്കം ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന മാതൃകയിലാണെങ്കിൽ ഇവിടെ ഹൈക്കോടതിയെ ജഡ്ജിയെ നീക്കം ചെയ്യുന്ന മാതൃകയിലാണ്. ഇത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത് കേട്ടോ. രാഷ്ട്രപതിയാണ്, ഇത് മറന്നു പോകാതെ പഠിക്കുക. രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. ഓക്കെ, രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത്. നിയമിക്കുന്നത് ഗവർണർ, സംസ്ഥാനത്തിൽ നിയമിക്കുന്നത് ഗവർണർ, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് നമ്മുടെ കേരളത്തിലെ കാര്യം പറയുവാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കമ്മീഷൻ ആരാണ്? അധ്യക്ഷൻ ആരാ? MSK രാമസ്വാമിയാണ്. കേരള കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ്? 1993 ഡിസംബർ 3. ഇനി നിലവിലേതാണ്
ശേഷാദ്രിനാഥനാണ്, എൻ ശേഷാദ്രിനാഥനാണ് നിലവിലെ എന്ന കാര്യം കൂടെ പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. നിയമിക്കുന്നത് ആരാ? സംസ്ഥാന ഗവർണറാണ്. ഓക്കെ, വകുപ്പ് എത്രയാണ്? 243 ആണ്. ഓക്കെ, കെയും മാത്രമല്ല ZAയും ഉണ്ട് 243. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു അടുത്തിടെ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. എന്താണ് ആ മൊബൈൽ ആപ്ലിക്കേഷന്റെ പേര് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, എന്താണ്? CIC നെറ്റ് എന്ന് പറയുന്ന രീതിയിലാണ്. ECI നെറ്റ്, ECI നെറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിക്കുക. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 40-ലധികം മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സംയോജിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നെറ്റ്വർക്ക്. ഇത് ലോകത്തിലെ തന്നെ വലിയ ഒരു ഒരു സേവന പ്ലാറ്റ്ഫോമും കൂടിയാണ് എന്ന കാര്യത്തോട് വരിക. സോ ഇതിന്റെ പരീക്ഷണം നമ്മുടെ ബീഹാറിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടന്നായിരുന്നു. സോ ലോഞ്ച് ചെയ്ത് 2026 ജനുവരിയിലാണ്. ഏകദേശം 23 ഷെഡ്യൂൾഡ് ഭാഷകളിലും ഇംഗ്ലീഷിലും ഇത് കാണപ്പെടാറുണ്ട്. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട രജിസ്റ്റർ ചെയ്യാനുള്ള നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാവുന്ന 50-ലെയും 51-ലെയും നിയമങ്ങൾ അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അത് വിട്ടേക്ക്. ഇനി അടുത്തത് പ്രധാനപ്പെട്ട മറ്റ് ലയിച്ച ആപ്പുകൾ ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഏതൊക്കെയാ? വോട്ടർ ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, വോട്ടർ രജിസ്ട്രേഷൻ, പട്ടിക തിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഇലക്ഷൻ കാർഡൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം. CVGIL പഠിച്ചു വെച്ചേക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. മാതൃകാ പെരുമാറ്റച്ചട്ട റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 100 മിനിറ്റിനുള്ളിൽ നടപടിയെടുക്കുന്നതാണ് സുവിധ 2.0 എന്താണ്? സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശം അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പല ആപ്പുകളുണ്ട്. നോ യുവർ കാൻഡിഡേറ്റ് ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്ഥാനാർത്ഥികളുടെ ക്രിമിനൽ പശ്ചാത്തലങ്ങളും സത്യാമൂലമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. എൻകോർ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എൻകോർ എന്താണ്? ചിലവ് നിരീക്ഷണം അല്ലേ? ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള നിരീക്ഷണവും ഒക്കെ അതിന്റെ ഫലപ്രഖ്യാപനവും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് എൻകോർ എന്ന് പറയുന്നത്. ആ കാര്യം ഇവിടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഇനി അടുത്ത ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്താണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. സോ കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു കമ്മീഷനുണ്ട്, സംസ്ഥാനത്തിലെ ഒരു കമ്മീഷനുണ്ട്. ലക്ഷ്യം എന്താണ്? ഒരു വോട്ട് ഒരു മൂല്യമാണ്. ഒരു വോട്ട് ഒരു മൂല്യമാണ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം എന്താണ്? ഓരോ സെൻസസിന് ശേഷം രാജ്യത്തിന്റെ ലോക്സഭാ നിയമസഭാ മണ്ഡലത്തിന്റെ അതിർത്തി പുനർനിർണയം നടത്തുന്നുണ്ട്. നമുക്കിനി അടുത്തൊരു സെൻസസ് വരാറുണ്ട്, ഉടനെ വരും. അത് കഴിഞ്ഞിട്ട് ലോക്സഭയുടെയും സംസ്ഥാന നിയമസഭയുടെയും അതിർത്തികൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട പാർലമെന്റിന്റെ അധികാരമാണ് 82-നകത്ത് പറയുന്നത്. സോ സംസ്ഥാനങ്ങളുടെ അധികാരം 170-നകത്ത് പറയും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാം. ഓക്കെ, ഇവിടെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഓക്കെ, തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിച്ച് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇനി അധ്യക്ഷൻ ആരാണ്? ഈ ഒരു കമ്മീഷന്റെ അധ്യക്ഷൻ സുപ്രീം കോടതിയിൽ വിരമിച്ച ജഡ്ജാണ് അധ്യക്ഷനായിട്ട് വരുന്നത്. സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജ്. ഇനി ഇതാ എക്സ് ഒഫീഷ്യൽ ആരൊക്കെയാ വരുന്നത്? ഇതിനകത്ത് മറ്റുള്ള അംഗങ്ങൾ ആരൊക്കെയാണ്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, ദേശീയ തലത്തിലുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാനത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരും. അതൊക്കെ സംസ്ഥാനം, ഇപ്പൊ 28 സംസ്ഥാനം ഉണ്ടായിരിക്കുമല്ലോ. ആ 28 സംസ്ഥാനത്തിലെയും എന്തുണ്ട്? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടല്ലോ, അവരുണ്ടായിരിക്കും. ഇനി കേന്ദ്രത്തിൽ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്നത്, അപ്പൊ അദ്ദേഹമായിരിക്കും. അങ്ങനെയാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഈ ഒരു സ്ഥാനാർത്ഥികളെയും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. സോ അതുപോലെ തന്നെ വർഷങ്ങളോടൊന്ന് പഠിച്ചു നോക്കണം, ഏതൊക്കെ വർഷങ്ങളിലാണ് ഇത് വന്നിട്ടുള്ളത്. അതിർത്തി പുനർനിർണയ കമ്മീഷൻ 1952, 62, 73, 2004 തവണയാണ് വന്നിട്ടുള്ളത് കേട്ടോ. കാര്യയുടെ മനസ്സിലാക്കി. ഇനി കേരളത്തിൽ ഇതുപോലെ ഒരു ഡീലിമിറ്റേഷൻ അതിർത്തി പുനർനിർണയ കമ്മീഷൻ വന്നായിരുന്നു. സോ അത് എന്താണ്? നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വന്നത് കേട്ടോ. നമ്മുടെയൊക്കെ അതിർത്തിയും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്ന ആ ഒരു അതിർത്തി ഒക്കെ മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പഞ്ചാബ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയായിരുന്നു വോട്ട് ചെയ്തത് ഈ പ്രാവശ്യം അല്ലേ? സോ ആ ഒരു സമയത്ത് ആ ഒരു കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വന്നത് നമ്മുടെ ഷാജഹാനായിരുന്നു. ആ സമയത്ത് അദ്ദേഹം മാറിയല്ലോ. സോ ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് വരുന്ന ഫസ്റ്റ് പാസ്റ്റ് ഫസ്റ്റ് എന്ന് പറയുന്ന FPTP
ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ഇതിന്റെ ഫുൾ ഫോം വരെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതുപോലെയാണ് PR എന്നത് പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ, ആനുപാതിക പ്രാതിനിധ്യം. ഏതൊക്കെ ഇലക്ഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ലോക്സഭ, സംസ്ഥാന നിയമസഭ ഇലക്ഷനുകളൊക്കെ ഏതായിരിക്കും ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. എന്നാൽ രാജ്യസഭ, സംസ്ഥാനങ്ങളുടെ നിയമസഭാ കൗൺസിലുകൾ അല്ലെങ്കിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഇവയെല്ലാം പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്, ആനുപാതിക പ്രാതിനിധ്യമാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കായി. വോട്ട് ചെയ്യുന്നത് സ്ഥാനാർത്ഥിക്കാണെങ്കിൽ ഇവിടെ മുൻഗണനാ ക്രമത്തിലായിരിക്കും വോട്ട് കൊടുക്കുന്നത്. ഓരോ മുൻഗണനാ ക്രമത്തിലായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾ ജയിക്കും അല്ലെ. ഭൂരിപക്ഷം ഇവിടെ വേണ്ട അല്ലേ, ഭൂരിപക്ഷം വേണ്ട. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ് ജയിക്കുന്നത്. ഓക്കെ, വോട്ട് ശതമാനത്തിന്റെ ആനുപാതികമായിട്ടായിരിക്കും സീറ്റ് കിട്ടുന്നത്. വോട്ട് എത്രയാണോ വോട്ട് ശതമാനത്തിന് ആനുപാതികമായിട്ടായിരിക്കും സീറ്റ് കിട്ടുന്നത്. ഇവിടെ വരുന്നത് ഏകാംഗ മണ്ഡലമായിരിക്കും വരുന്നത്. ഏകാംഗ മണ്ഡലം എന്താ? ബഹു അംഗ മണ്ഡലങ്ങളായിരിക്കും വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇനി എന്താ പറഞ്ഞത്? ഇന്ത്യ, അതുപോലെ ബ്രിട്ടൻ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ്? FPT. ഫസ്റ്റ് ദ പാസ്റ്റ് വോട്ട്. ഓക്കെ, മനസ്സിലായോ? ഇസ്രയേല്, നെതർലൻഡിലാണ് PR വരുന്നത്. ആ കാര്യം ഇവിടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്? ഈ NCERT പോയിന്റ് ആണ്. എന്തിനു വേണ്ടിയാ? വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടി, എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ, വോട്ടർക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ പറ്റും. അതിലൂടെ ഓക്കെ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കാൻ പറ്റും എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് വർക്കൗട്ട് കൂടെ ചെയ്യണം. നോട്ട് കിട്ടുന്നവർ ഉറപ്പായിട്ടും വർക്കൗട്ട് ചെയ്യണേ. കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോകണേ. നമുക്ക് ഒരു കമ്മീഷനോടുണ്ട്, അതാണ് അവസാനത്തെ കമ്മീഷനാണ് അടുത്ത പറയുന്നത്. ആ കമ്മീഷന്റെ പേര് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏതാണെന്നറിയാമോ? അതാണ് നമ്മുടെ ധനകാര്യ കമ്മീഷൻ കേട്ടോ. ധനകാര്യ കമ്മീഷൻ കൃത്യമായിട്ടൊന്നും പഠിച്ചു പോകാമേ. ധനകാര്യ കമ്മീഷൻ നമുക്ക് ഓടിച്ചു നോക്കി കഴിഞ്ഞാൽ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? 280 ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്. ഇതിനകത്ത് എത്ര പേരുണ്ടെന്നറിയാമോ? 5 പേരാണ് വരുന്നത്. 1+4 ആണ്. 1+4. ഇനി 16ാമത്തെ വ്യക്തിയാണ് അരവിന്ദ് പനഗിരിയാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. സംസ്ഥാനത്തിലും ഇതുപോലെ ധനകാര്യ കമ്മീഷൻ ഉണ്ട്. 241 ഐയും വൈയും ഉണ്ട് കേട്ടോ. ഐയും വൈയുമാണ്. ഇവിടെ ഗവർണറാണ് ഈ രൂപീകരിക്കുന്നത്. സോ ആ കാര്യം ഇവിടെ മനസ്സിലാക്കി വെക്കുക. നിലവിൽ ആരാണ്? 7ാമത്തെയാണ്. ആരാണ്? KN ഹരിലാൽ ആണ്. KN ഹരിലാൽ. ഓക്കെ, രണ്ടും എന്ത് തന്നെയാണ്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഉപദേശക സ്വഭാവമുള്ളതാണ്. ഓക്കെ, ഇനി എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക? 280 കേന്ദ്ര ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. സോ ഇനി ഇവിടെ പറയുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഓരോ 5 വർഷത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ ആവശ്യം അനുസരിച്ച് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ധനകാര്യ കമ്മീഷനെ രൂപീകരിക്കും. രാഷ്ട്രപതി. ഘടന നമ്മൾ പഠിച്ചല്ലോ. അധ്യക്ഷനും 4 അംഗങ്ങളും 5 പേരാണ്. യോഗ്യതകളും കാലാവധികളും തീരുമാനിക്കുന്നത് പാർലമെന്റ് നിയമം വഴിയാണ്. ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. പാർലമെന്റ് നിയമം വഴിയാണ്. പുനർനിയമനം സാധ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പുനർനിയമനം സാധ്യമാണ്. റീ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ, സ്വഭാവം എന്താ? ഭരണഘടനാ സ്ഥാപനം കൂടാതെ ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനം കൂടിയാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയും കൂടിയാണ് ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായല്ലോ. അപ്പൊ ബാലൻസിങ് വീൽ ഓഫ് ഫിസിക്കൽ ഫെഡറലിസം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ധനകാര്യ കമ്മീഷൻ എന്ന കാര്യം ഓർക്കുക. ഇനി ധനകാര്യ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെ പറ്റി പെട്ടെന്നൊന്ന് പഠിച്ചു പോവാം. ഒന്നാമത്തെ അധ്യക്ഷന്റെ യോഗ്യത എന്താ? പബ്ലിക് അഫേഴ്സിൽ പരിചയമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. രണ്ടാമത്തെ അംഗത്തിന്റെ അധ്യക്ഷന്റെ കാര്യം കഴിഞ്ഞു. ഇനി 4 പേരുണ്ടല്ലോ. ആദ്യത്തെ അംഗം ഹൈക്കോടതി ജഡ്ജി ആകാനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ഇനി അടുത്ത അംഗം എന്താണ്? സർക്കാരിന്റെ ധനകാര്യ കാലത്തിലും അക്കൗണ്ടിലും പ്രത്യേക പരിജ്ഞാനം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ അംഗമാണ് ധനകാര്യത്തിലും ഭരണ നിർവഹണത്തിലും വിപുലമായിട്ടുള്ള പരിചയം ഉണ്ടായിരിക്കണം. നാലാമത്തത് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രത്യേക നോളജ് ഉള്ള വ്യക്തിയായിരിക്കണം. ായോ ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ എന്താ? മാനസിക അസ്വസ്ഥതയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി ഉള്ള വ്യക്തികൾ, അതുപോലെ എന്താണ് ധാർമ്മികത്തിന് നിരക്കാത്ത അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങൾക്ക് അല്ലെ സദാചാരപരമുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യുക? ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യും എന്ന കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
ഇനി ഇതാണ് അടുത്ത് പറയുവാണെങ്കിൽ ആർട്ടിക്കിളിന്റെ കാര്യമാണ് 280 ആണ് അല്ലെ, പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ 280 ആണ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വെക്കുക. എന്താണ് ഇവരുടെ ചുമതല? കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും അറ്റ നികുതി വരുമാനം വിഭജിക്കുന്ന തത്വങ്ങള് ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ധനകാര്യ കമ്മീഷൻ ഇപ്പോൾ നിലവിലെ എത്രാമത്തെയാണ്? 16ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ, 2023 രൂപീകരിക്കുന്നത്. അരവിന്ദ് പനഗരിയാണ് നീതി ആയോഗിന്റെ മുൻ വൈസ് ചെയർമാനും കൂടിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. അതുപോലെ എന്താണ് അതിനകത്തുള്ള അംഗങ്ങളൊന്നുകൂടെ പഠിച്ചു വെക്കാമേ. ഓക്കെ, അജയ് നാരായൺ ഷായ് ഉണ്ട്, ആനി ജോർജ് മലയാളിയാണ്, പഠിച്ചു വെക്കുക. ആനി ജോർജ്, മനോജ് പാണ്ഡെ, സൗമ്യ കാർത്തി. ഓക്കെ, സൗമ്യ കാർത്തി ഘോഷ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ആണ്. സോ ബാക്കിയുള്ളവർ ഫുൾ ടൈം മെമ്പേഴ്സ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, ഇനി അതുപോലെ കാലയളവ് എന്നാണ് 2026-27 മുതൽ 2030-30 വരെയാണ് കാലയളവ്. ഓക്കെ, ഇനി റിപ്പോർട്ട് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് 2025 നവംബർ 17 റിപ്പോർട്ട് വെച്ചത് ദ്രൗപദി മുർമു. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്താണ് നമ്മുടെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നിലവില് എത്രാമത്തെയാണ്? 16ാമത്തെയാണ്. 15 NK സിംഗ് ആണ് കേട്ടോ. NK സിംഗ് 15 ആണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഈ സംസ്ഥാനത്തിന്റെ വിഹിതം എത്ര ആക്കി തന്നെ കൊടുത്തേക്കുന്നത്? പുതിയ റിപ്പോർട്ടിൽ 41 കേട്ടോ. 41% സംസ്ഥാനത്തിന്റെ വിഹിതം എന്ന് പറയുന്നത്. ഇനി ധനകാര്യ കമ്മീഷൻ, സംസ്ഥാന ധനകാര്യ കമ്മീഷനെ പറ്റി പറയുന്നത് 241 ഐയും വൈയും ആണ്. പഞ്ചായത്തുകൾക്കും വേണ്ടി നഗരസഭകൾക്കും വേണ്ടിയാണ്. പഞ്ചായത്ത് ആണെങ്കിൽ ഐ, നഗരസഭയാണെങ്കിൽ വൈ ആണ്. രൂപീകരിക്കുന്നത് ഗവർണർ. കാലയളവ് എത്രയാണ്? 5 വർഷമാണ് അല്ലെ, 5 വർഷമാണ് എന്ന കാര്യം ഇവിടെ ഓർക്കുക. ഇനി ഇവരുടെ യോഗ്യത തീരുമാനിക്കുന്നത് സംസ്ഥാന നിയമസഭ വഴിയായിരിക്കും. മനസ്സിലാക്കോ? റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? ഗവർണർ. നിയമസഭയിൽ കൊടുക്കും. നിയമസഭയിലാണ് കൊടുക്കുന്നത്. സോ കാര്യങ്ങൾ കൃത്യമായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സംസ്ഥാനത്തിന് ചുമത്തുന്ന നികുതി, തീരുവ, ചുങ്കം, ഫീസ് എന്നിവയുടെ അറ്റ വരുമാനം സംസ്ഥാനത്തിലും തദ്ദേശീയ സ്ഥാപനങ്ങൾക്കും തമ്മിലുള്ള വിഭജനത്തില് പ്രധാനപ്പെട്ട പങ്കുവെക്കും. ഓക്കെ, അപ്പോൾ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ അതായത് കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് നികുതി എങ്ങനെയാണ് എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷനാണ്. ഓക്കെ, ഇനി സംസ്ഥാനവും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളും തമ്മിലുള്ള നികുതി എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആയിരിക്കണം കേട്ടോ. ആ കാര്യം തിരിഞ്ഞു പോവാതെ പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അതുപോലെ എന്താ സംസ്ഥാനത്തിന്റെ സഞ്ചിത നിധിയിൽ നിന്ന് തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് ഇഷ്യൂ ചെയ്യുന്ന കാര്യങ്ങൾക്കും അതുപോലെ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള ശുപാർശകൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക. അതുപോലെ തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് ഏൽപ്പിക്കുന്ന നികുതികളും ഫീസുകളും നിർണ്ണയിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആരാ പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിലുള്ള ധനകാര്യ കമ്മീഷനാണ് എന്ന കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഓക്കെ, സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നാ രൂപീകരിച്ചത്? ആദ്യത്തെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചത് 1994 ഏപ്രിൽ 23 ഓക്കെ, അപ്പം മനസ്സിലാക്കി വെക്കുക. അപ്പം നിലവിലെ ഇപ്പൊ എത്രാമത്തെയാണ്? പലരും ഉണ്ട്. ഓക്കെ, നമുക്ക് ഒരുപാട് പേരുണ്ട്. അതിൽ 7 പേരുണ്ട്. നിലവിലെ ഏഴാമത്തെയാണ് ആരാണ്? N ഹരിലാൽ ആണ് നിലവിലെ 7 കേട്ടോ. അതിന് മുമ്പ് വിജയാനന്ദ് ആയിരുന്നു. അതിന് മുമ്പുണ്ടായ SM വിജയാനന്ദ്. ഓക്കെ, ഉള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആദ്യത്തത് ആരാണ്? PM എബ്രഹാം ആണ്. PM എബ്രഹാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് കമ്പാരിസൺ ചെയ്യാം. 280 ആണെങ്കിൽ 243 ഐയും വൈയും ആണ്. ഓക്കെ, സോ അതുപോലെ തന്നെ ആദ്യത്തത് ആരാ? KC നിയോഗിയാണ് കേട്ടോ. KC നിയോഗിയാണ് എന്ന കാര്യം ഇവിടെ ഓർത്തിരിക്കുക. ഇവിടുത്തെ PM എബ്രഹാം ആണ്. രാഷ്ട്രപതിയാണ് രൂപീകരിക്കുന്നത്. ഇവിടെ ഗവർണർ ആണ്. 1+5 ആണ്. ഇവിടെ 1+2 ആണ് നിലവിലുള്ളത് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. 1+2 ആണോ എന്ന് ഡൗട്ട് ഉണ്ട് എനിക്ക്. ഓക്കെ, അംഗങ്ങളുടെ എണ്ണത്തിന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കിയിട്ടൊന്ന് ആൻസർ പറയണേ. സോ റിപ്പോർട്ട് കൊടുക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ഇവിടെ ഗവർണർക്കായിരിക്കും. ഓക്കെ, അത് എവിടെ വെക്കും? പാർലമെന്റിൽ വെക്കും. ഇവിടെ സംസ്ഥാന നിയമസഭയിൽ വെക്കും. ഓക്കെ, ബന്ധം കേന്ദ്രവും സംസ്ഥാനവുമാണെങ്കിൽ സംസ്ഥാനവും തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. രണ്ടിന്റെയും 5 വർഷം തന്നെയാണ് കാലയളവ്. ഓക്കെ, നിലവിലെ 16ാമത്തെ ആണെങ്കിൽ ഇവിടെ 7ാമത്തെയാണ് KN ഹരിലാലാണ്. ഓക്കെ, 2 ഭരണഘടനാ സ്ഥാപനമാണ്. ഉപദേശക സ്വഭാവമുള്ളതാണ്. അപ്പോൾ നമ്മൾ ധനകാര്യ കമ്മീഷൻ എടുത്തു കഴിഞ്ഞു.
അപ്പോൾ ഇത്രയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു വലിയൊരു വീഡിയോ ആയിരുന്നു. സോ ഒറ്റ സ്ട്രെച്ചിൽ എടുത്തതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കേട്ട് നോക്കുക. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ നോട്ട് കിട്ടുന്നതിന് വായിച്ച് നോക്കുക. നോട്ടിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നും കൂടെ പറയുക. നമുക്കിനി ഒരു ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേന് ഏകദേശം ഒന്നല്ലെങ്കിൽ 2 ക്ലാസ് കൂടെ കഴിയുമ്പോഴത്തേന് ഭരണഘടന ഏകദേശം തീർന്നു വെക്കും. ഏറ്റവും ഹോട്ടായിട്ടുള്ള ടോപ്പിക്കുകൾ ഒരുവിധം എല്ലാം കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടുള്ള ടോപ്പിക് എല്ലാം ഞാൻ പറഞ്ഞുതരാം. സോ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്